ഹലോ ആൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2023 നടന്ന PSC എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്, കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ, തെർമോഡൈനാമിക്സ്, ഹീറ്റ് ട്രാൻസ്ഫർ, സ്റ്റീം ആൻഡ് ഗ്യാസ് ടർബൈൻസ്, IC എഞ്ചിൻസ് ആൻഡ് റെഫ്രിജറേഷൻ, ഇത്രയും ടോപ്പിക്കുകൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഓരോരോ ക്വസ്റ്റ്യനും നമ്മൾ അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള തിയറി ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ ആൻസറിലേക്ക് എത്തുന്നത്. ഓക്കെ, അതുപോലെ ഓപ്ഷൻസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എയർ അറ്റ് 300 Kelvin flows over a 4 meter long and 1.8 meter wide surface of a plate with a velocity of 5 meter per second. The length of the surface beyond which the flow remains turbulent. ഇതിപ്പോ ലാമിനാർ അതുപോലെ തന്നെ ടർബുലന്റ് ഫ്ലോ, പ്ലേറ്റ് ഫ്ലോ, അതായത് പ്ലേറ്റ് ഫ്ലോയിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അതിനകത്ത് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 0.02 എന്ന് തന്നിട്ടുണ്ട്. പ്രാൻഡിൽ നമ്പർ 0.717, ഗാമ ഈസ് ഈക്വൽ ടു 1.7 ഇൻറ്റു 10⁻⁻5 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡാറ്റയായിട്ട് തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സർഫസ് ബിയോണ്ട് വിച്ച് ദ ഫ്ലോ റിമെയിൻസ് ടർബുലന്റ്. അപ്പൊ എവിടെയാണ് ട്രാൻസിഷൻ റീജിയൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ ലെങ്ത് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. When a fluid flow over a solid surface like a flat plate, the fluid particles in direct contact with the surface stick to it due to viscosity. Viscosity കാരണം, അതായത് ഒരു ഫ്ലൂയിഡ് ഒരു സോളിഡ് സർഫസ് അല്ലെങ്കിൽ പ്ലേറ്റിലൂടെ ഒരു പ്ലേറ്റ് മുകളിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ പ്ലേറ്റ് സർഫസിന് തൊട്ട് മുകളിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് വിസ്കോസിറ്റി കാരണം അതിനോട് തന്നെ എന്ത് ചെയ്യും, പറ്റിച്ചേർന്നിരിക്കും. ഓക്കെ, as we move away from the surface, the velocity gradually increases until it reaches the free stream velocity. ഫ്രീ സ്ട്രീം വെലോസിറ്റി എത്തുന്നവരെ, അതായത് ഈ പ്ലേറ്റിന്റെ സർഫസിൽ നിന്ന് മുകളിലോട്ട് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ എന്താണ് ഈ പറയുന്ന വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അത് ഫ്രീ സ്ട്രീം വെലോസിറ്റി എത്തുന്നവരെ അത് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, this thin region near the surface where the velocity changes from 0 to free stream value is called boundary layer. ഓക്കെ, അപ്പൊ ഈ പ്ലേറ്റിന്റെ സർഫസ് തുടങ്ങി 0 വെലോസിറ്റി തുടങ്ങി ഫ്രീ സ്ട്രീം വെലോസിറ്റി വരെ വരുന്ന ഈ വെലോസിറ്റി വേരിയേഷൻ, അതിനെയാണ് ആ ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ അതിന്റെ ആ തിക്നെസ് അല്ലെങ്കിൽ ആ ഹൈറ്റിനെയാണ് നമ്മൾ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത്. The flow inside the boundary layer can be laminar or turbulent. ഈ ബൗണ്ടറി ലെയറിനകത്തുള്ള പ്ലേറ്റ് ഫ്ലോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ഫ്ലോ ആവാം അല്ലെങ്കിൽ ടർബുലന്റ് ഫ്ലോ ആവാം. ഔട്ട്സൈഡ് ദ ബൗണ്ടറി ലെയർ ദ ഫ്ലോ ഈസ് നിയർലി അൺഅഫക്റ്റഡ് ബൈ ദി വിസ്കോസിറ്റി. ഈ ഒരു ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് വിസ്കോസിറ്റി കൊണ്ടുള്ള എഫക്റ്റ് ഒന്നും തന്നെ അവിടെ കാണില്ല. ഓക്കെ, ഈ ബൗണ്ടറി ലെയർ വരെ മാത്രമാണ് നമുക്ക് വിസ്കോസിറ്റിയുടെ എഫക്റ്റ് കാണപ്പെടുന്നത്. Reynolds number is a dimensionless number used to predict the nature of fluid flow. നമുക്കറിയാം ലാമിനാർ അല്ലെങ്കിൽ ടർബുലന്റ് ഫ്ലോ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ് റെയ്നോൾഡ്സ് നമ്പർ. നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് RE is equal to ρVL divided by mu. ഇവിടെ പ്ലേറ്റ് ഫ്ലോ ആയതുകൊണ്ട് ഇവിടെ ലീനിയർ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പ്ലേറ്റ് ആണ്. അതേസമയം നമ്മൾ പൈപ്പ് ഫ്ലോ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ലെങ്ത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ρVD ആയിരിക്കും. D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ പ്ലേറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് റീറൈറ്റ് ചെയ്ത് വരുന്നത് V into L divided by nu, where V is the velocity, L is the length of the plate, nu is the kinematic viscosity. ഇവിടെ mu എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി ആണ്, ഇവിടെ nu എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. ഓക്കെ, ദെൻ ഇതിന്റെ റേഞ്ച് വരുന്നത്, അതായത് ലാമിനാർ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു റേഞ്ച്, റെയ്നോൾഡ്സ് നമ്പറിന്റെ റേഞ്ച് വരുന്നത് RE അല്ലെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 5 ഇൻറ്റു 10⁻⁵ ആണെങ്കിൽ നമുക്കതിനെ ലാമിനാർ ഫ്ലോ എന്ന് പറയാം. അതേസമയം റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ഇൻറ്റു 10⁻⁵ ആണെങ്കിൽ നമ്മൾ അതിനെ ടർബുലന്റ് ഫ്ലോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ ഈ 5 ഇൻറ്റു
10⁵ ഇത് ട്രാൻസിഷൻ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ഒരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. എന്നാൽ എന്താണ് അതിന്റെ ട്രാൻസിഷൻ ലെങ്ത്, എവിടെയാണ് ടർബുലന്റ് ഫ്ലോ ആയിട്ട് മാറുന്നത്, ആ ഒരു ലെങ്ത് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. വെലോസിറ്റി 5 m/s തന്നിട്ടുണ്ട്. കൈനമാറ്റിക് വിസ്കോസിറ്റി 1.7 × 10⁻⁵ m²/s തന്നിട്ടുണ്ട്. Then if x is equal to the distance from the leading edge, x എന്ന് പറയുന്നത് ലീഡിംഗ് എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുല അപ്ലൈ ചെയ്യുക. ഇവിടെ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് 5 × 10⁵ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × x ഡിവൈഡഡ് ബൈ ന്യൂ. നമ്മൾ രണ്ടാമത്തെ ഈ ഫോർമുലയാണ് ഉപയോഗിച്ചത്. v × l ഡിവൈഡഡ് ബൈ ന്യൂ എന്ന് പറയുന്ന ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഈ പറയുന്ന എക്സ് ഒഴിച്ച് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് x ഈസ് ഈക്വൽ ടു 1.7 മീറ്റർ എന്ന് കിട്ടും. ദ ഫ്ലോ ബിക്കംസ് ടർബുലന്റ് ബിയോണ്ട് 1.7 മീറ്റർ ഫ്രം ദ ലീഡിംഗ് എഡ്ജ്. ലീഡിംഗ് എഡ്ജിൽ നിന്ന് 1.7 മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ എന്താവുന്നുണ്ട്, ടർബുലന്റ് ആയി മാറുന്നുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ദ ലെങ്ത് ഓഫ് ദ സർഫസ് ബിയോണ്ട് വിച്ച് ദ ഫ്ലോ റിമെയിൻസ് ടർബുലന്റ്. ആൻസറിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Okay, 1.7 meter is the correct answer. Next question. Choose the correct option from the following statements for compressible flow of fluid. Compressible flow നെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ഓരോരോ ഓപ്ഷൻസും അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. നമുക്ക് ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കാം. The higher the particle Mach number, the more slender the Mach cone. Second option, the lower the particle Mach number, the more slender the Mach cone. Lower particle Mach number, the less or more slender can be the Mach cone. And last option is none of the above. അപ്പൊ എന്താണ് നമ്മൾ കംപ്രസിബിൾ ഫ്ലോയിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് സമ്മറി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം മാക് നമ്പർ എന്താണെന്നുള്ളതും അത് തമ്മിലുള്ള റിലേഷൻസ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാം. So compressible fluid flow is a type of fluid flow in which the density of the fluid undergoes or changes significantly due to variations in pressure and temperature. പ്രഷറിലും ടെമ്പറേച്ചറിലും ഉണ്ടാവുന്ന വേരിയേഷൻസ് കൊണ്ട് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി സിഗ്നിഫിക്കന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ആണ് ഇത് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡെൻസിറ്റി വേരിയേഷൻ അവിടെ ഉണ്ടാവും. ആ ഡെൻസിറ്റി വേരിയേഷനുള്ള കാരണം എന്ന് പറയുന്നത് ഫ്ലോ പ്രഷറിലും ടെമ്പറേച്ചറിലും ഉണ്ടാവുന്ന വേരിയേഷൻസ് ആണ്. അതിനാണ് നമ്മൾ കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുന്നത്. This usually becomes important when the flow velocity is high, typically when velocity approaches or exceeds the speed of sound, that is about 343 m/s. വളരെ വെരി ഹൈ വെലോസിറ്റി വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് നമുക്ക് ഈ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്നുള്ളത് സിഗ്നിഫിക്കന്റ് ആവുന്നത്. അതായത് വെലോസിറ്റിയുടെ റേഞ്ച് ഇവിടെ അവർ പറഞ്ഞിട്ടുള്ളത് 343 അല്ലെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ട് 343 m/s. ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ അതിലും കൂടുതൽ ആവുമ്പോഴാണ് നമുക്ക് എന്താണ് കംപ്രസിബിൾ ഫ്ലോ റിലവന്റ് അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് കംപ്രസിബിൾ ഫ്ലോയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലോ ഇൻ നോസിൽസ്, അതുപോലെ ജെറ്റ്സ്, അതുപോലെ തന്നെ സൂപ്പർസോണിക് എയർക്രാഫ്റ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള ഫ്ലോ എല്ലാം നമുക്ക് കംപ്രസിബിൾ ഫ്ലോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി കംപ്രസിബിൾ ഫ്ലോയിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഒരു നമ്പർ ആണ് മാക് നമ്പർ. മാക് നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഫ്ലൂയിഡ് വെലോസിറ്റി ടു ദ ലോക്കൽ സ്പീഡ് ഓഫ് സൗണ്ട്. ഓക്കെ, അതായത് ഫ്ലൂയിഡ് വെലോസിറ്റിയും ലോക്കൽ സ്പീഡ് ഓഫ് സൗണ്ട് തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ മാക് നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. സോ m is equal to v by a, where v is the velocity of fluid and a is the speed of sound in the fluid. നമ്മൾ ആൾറെഡി പറഞ്ഞു സ്പീഡ് ഓഫ് സൗണ്ടിൽ എക്സീഡ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ കംപ്രസിബിൾ ഫ്ലോയിന് സിഗ്നിഫിക്കൻസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക് നമ്പർ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. മാക് നമ്പർ ഇൻഡിക്കേറ്റ്സ് ദ നേച്ചർ ഓഫ് കംപ്രസിബിൾ ഫ്ലോ. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ഏത് ടൈപ്പ് ആണ്, താഴെ തന്നിട്ടുള്ളത് ഏത് ടൈപ്പ് ആണ് എന്നുള്ളതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇത് മാക് നമ്പർ. അതായത് മാക് നമ്പർ ലെസ് ദാൻ 1, if it is Mach number is less than 1, it is termed as subsonic flow. Mach numberന്റെ വാല്യൂ less than 1 ആണെങ്കിൽ subsonic flow എന്ന് പറയാം. That is disturbances travel ahead of the object. ഈ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി കാരണം ഉണ്ടാവുന്ന ആ ഒരു പ്രഷർ വേവ്, അതിനെയാണ് ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മാക് നമ്പർ ലെസ് ദാൻ 1 നമുക്ക് എന്ത് പറയാം, സബ്സോണിക് ഫ്ലോ ആണ്.
Mach number equal to 1, it is termed as sonic flow. Okay, Mach number greater than 1, it is the supersonic flow, and Mach number very much greater than 1, it is the hypersonic flow. Appo subsonic, sonic, supersonic and hypersonic. Okay, when an object moves through a fluid at a supersonic speed where the Mach number is greater than 1, the disturbances or the pressure waves cannot travel ahead of it. Instead, they form a cone-shaped wave pattern behind the object called Mach cone. അതായത് ഈ ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡിലൂടെ വെരി ഹൈ വെലോസിറ്റിയിൽ അല്ലെങ്കിൽ സൂപ്പർസോണിക് സ്പീഡിൽ ഫ്ലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ അതുപോലെ ഉണ്ടാവുന്ന പ്രഷർ വേവ്സിന് ഈ ഒബ്ജക്റ്റിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നു. അങ്ങനെയുള്ള കേസിൽ ഈ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ പ്രഷർ വേവ്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു കോൺ പോലെയുള്ള വേവ് പാറ്റേൺ ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ മാക് കോൺ എന്ന് പറയുന്നത്. ദിസ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ സൂപ്പർസോണിക് വേർ ദ മാക് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മാക് കോൺ. ദ മാക് കോൺ or Mach cone angle or Mach angle that is represented by mu is the angle between the direction of motion of the object and the surface of this cone. ഈ കോണിന്റെ സർഫസും അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ മാക് കോൺ ആംഗിൾ അല്ലെങ്കിൽ മാക് ആംഗിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ബൈ mu is equal to sin inverse 1 by capital M where M is the Mach number. Okay, so Mach angle defined ചെയ്യുന്നത് mu is equal to sin inverse 1 by M. It represents how widely disturbances spreads in a supersonic flow. ഒരു സൂപ്പർസോണിക് ഫ്ലോ കണ്ടീഷനിൽ എത്ര വൈഡ് ആയിട്ടാണ് ഡിസ്റ്റർബൻസ് സ്പ്രെഡ് ആവുന്നത് എന്നതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ഈ മാക് ആംഗിൾ അല്ലെങ്കിൽ മാക് കോൺ ആംഗിൾ. അപ്പോ അതിന്റെ ഒരു റിലേഷൻഷിപ്പ്, ഒരു ഇന്റർ റിലേഷൻഷിപ്പ് വരുന്ന ഇങ്ങനെയാണ്: ഹയർ ദ മാക് നമ്പർ, സ്മോളർ ദ mu ആൻഡ് നാരോ ഓർ സ്ലെൻഡർ കോൺ. മാക് നമ്പർ വളരെ കൂടുതലാണെങ്കിൽ ഒരു സ്ലെൻഡർ കോൺ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതേസമയം മാക് നമ്പർ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ദ മാക് ആംഗിൾ ഓർ മാക് കോൺ ആംഗിൾ വിൽ ബി ലാർജർ ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് എ വൈഡർ കോൺ. അപ്പോ നമുക്ക് തന്നിട്ടുള്ളതില് ഓപ്ഷൻസിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ ദ ഹയർ ദ പാർട്ടിക്കിൾ മാക് നമ്പർ ദ മോർ സ്ലെൻഡർ ദ മാക് കോൺ. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഹയർ മാക് നമ്പർ, സ്മോളർ മാക് ആംഗിൾ ഓർ നാരോ എന്ന് പറഞ്ഞാൽ സ്ലെൻഡർ കോൺ. ഇപ്പൊ ഹയർ സ്ലെൻഡർനെസ് ഏതാണ്? ഹയർ മാക് നമ്പർ, ദ കോൺ വിൽ ബി സ്ലെൻഡർ വൺ. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: in a fully turbulent flow through a rough pipe, the friction factor F is a function of. Okay, fully turbulent flow ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒരു റഫ് പൈപ്പിലൂടെയുള്ള ഫുള്ളി ടർബുലന്റ് ആയിട്ടുള്ള ഫ്ലോയില് ഫ്രിക്ഷൻ ഫാക്ടർ താഴെ തന്നിട്ടുള്ളതിൽ ഏതിന്റെ ഫംഗ്ഷൻ ആണ് എന്ന് ചോദ്യം. അതിൽ താഴെ തന്നിട്ടുള്ളതിൽ നൊട്ടേഷൻസ് പറഞ്ഞിട്ടുണ്ട്. വേർ RE is the Reynolds number and epsilon by d is the relative roughness. അപ്പോ RE and E by d തന്നിട്ടുണ്ട്. RE only, independent of RE and E by d and E by d only. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വായിച്ചു നോക്കണം. 1 or 2 പ്രാവശ്യം വായിച്ചു നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഇതിനകത്ത് കൺഫ്യൂഷൻ വരരുത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള തിയറി നമുക്ക് നോക്കാം. The friction factor F is a dimensionless quantity used in fluid dynamics to quantify the resistance to flow in a conduit like a pipe. ഒരു പൈപ്പ് പോലെയുള്ള ഒരു കണ്ടുയിറ്റില് എത്രത്തോളം ഫ്ലോ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതിനെ ക്വാണ്ടിഫൈ ചെയ്യാനുള്ള ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് എന്ത്? ഫ്രിക്ഷൻ ഫാക്ടർ. ഓക്കെ, ഇറ്റ്സ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി യൂസ്ഡ് ഇൻ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ടു ക്വാണ്ടിഫൈ ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ. എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ട്, എത്രത്തോളം ഫ്ലോയിന് ഓപ്പോസിഷൻ ഉണ്ട് എന്നുള്ളതിനെ ഒരു ക്വാണ്ടിഫൈ ചെയ്യാനുള്ള ഒരു പാരാമീറ്റർ ആണ് ഇത്, ഫ്രിക്ഷൻ ഫാക്ടർ. ഇറ്റ് റെപ്രസെന്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ pressure drop along the pipe and the kinetic energy of the fluid. ഫ്ലൂയിഡിന്റെ കൈനറ്റിക് എനർജിയും ആ പൈപ്പിൽ ഉണ്ടാവുന്ന പ്രഷർ ഡ്രോപ്പും തമ്മിൽ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി റെപ്രസെന്റിങ് എ റിലേഷൻഷിപ്പ്. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഫ്രിക്ഷൻ ഫാക്ടർ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഫ്ലൂയിഡ് ഫ്ലോ റെജിംസ് ആർ ടിപ്പിക്കലി ക്ലാസിഫൈഡ് based on the Reynolds number. RE is equal to rho VD by mu.
നമുക്കറിയാം ലാമിനാർ ടർബുലന്റിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ പൈപ്പ് ഫ്ലോ ആണ്. നേരത്തെ പറഞ്ഞ പോലെ പൈപ്പ് ഫ്ലോ ആകുമ്പോൾ നമുക്ക് rho v into d ആണ്. where d is the diameter of the pipe, mu is the dynamic viscosity, v is the velocity of the fluid and rho is the density. അപ്പോൾ നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് ലാമിനാർ ടർബുലന്റിന്റെ റേഞ്ച് നോക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, പ്ലേറ്റ് ഫ്ലോ ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റിൽ വരുന്ന റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ അല്ല പൈപ്പ് ഫ്ലോയിൽ ഡിഫറെന്റ് ആണ്. ഓക്കെ, so whenever the flow is laminar, where the value of Reynolds number is less than 2100, the fluid moves in smooth layers. Friction factor depends only on the Reynolds number, where the relation between friction factor and Reynolds number is given by 64 divided by Re. ഓക്കെ, ലാമിനാർ ഫ്ലോയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് എന്താണ് സ്മൂത്ത് ലെയേഴ്സിലാണ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിൽ ഫ്രിക്ഷൻ ഫാക്ടർ എഫ് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും? റെയ്നോൾഡ്സ് നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വേർ ദ വാല്യൂ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ ഈസ് ലെസ് ദാൻ 2100. ലാമിനാർ ആവുന്ന സമയത്ത് 2100 താഴെയായിരിക്കും റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ. വെൻ ദ റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 2100 and 4000, the flow alternates between laminar and turbulent, where the friction factor becomes unstable. നമ്മൾ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ലാതെ എന്താണ് റെയ്നോൾഡ്സ് നമ്പർ 2000-നും 4000-നും ഇടയ്ക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. അതായത് ഫ്ലോ ചില സമയങ്ങളിൽ ലാമിനാർ ആവുന്നു, ചില സമയങ്ങളിൽ ഫ്ലോ ടർബുലന്റ് ആവുന്നു. അങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ ഫ്രിക്ഷൻ ഫാക്ടർ എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിട്ട് മാറും. ഇനി മൂന്നാമത്തെ കേസ്, വേർ ടർബുലന്റ് ഫ്ലോ വേർ ദ റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 4000, റാൻഡം പാർട്ടിക്കൽ മോഷൻ ആൻഡ് സ്ട്രോങ് മിക്സിംഗ് ഡോമിനേറ്റ്. ഓക്കെ, അതായത് 4000-ന് മുകളിൽ റെയ്നോൾഡ്സ് നമ്പർ പോവുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കൽ മോഷൻ വളരെയധികം റാൻഡം ആയിരിക്കും എന്ന് മാത്രമല്ല വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലൂയിഡ് മിക്സിംഗ് അവിടെ ഡോമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ അതില് നമുക്ക് സ്മൂത്ത് ടർബുലന്റ് ഫ്ലോ എന്താണെന്ന് നോക്കാം. ഇൻ എ കേസ് ഓഫ് എ സ്മൂത്ത് ടർബുലന്റ് ഫ്ലോ, the roughness elements are smaller than the viscous sublayer. The friction factor depends on both Reynolds number and relative roughness E by D. ഓക്കെ, അപ്പോ ഇനി സ്മൂത്ത് ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്ന സമയത്ത് എന്താണ് കൂടുതൽ ടർബുലന്റ് ഫ്ലോന്റെ കൂടുതലായിട്ടുള്ള ഒരു ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും വന്നു തുടങ്ങാത്ത ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ, അതാണ് സ്മൂത്ത് ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് കുറവായിരിക്കും സ്മൂത്ത് ടർബുലന്റ് ഫ്ലോയില്. The roughness elements are smaller than the viscous slab layer, where the friction factor depends on both Reynolds number and relative roughness. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതില് സ്മൂത്ത് ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഡിപ്പെൻസ് ഓൺ റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് എപ്സിലോൺ ബൈ ഡി. അതായത് എപ്സിലോൺ ബൈ ഡി ആണ് എന്ത്? റിലേറ്റീവ് റഫ്നെസ്. ഓക്കെ, ഇനി ഫുള്ളി ഡെവലപ്ഡ് അല്ലെങ്കിൽ സ്മൂത്ത് ടർബുലന്റ് ഫ്ലോ അല്ല, റഫ് ആയിട്ടുള്ള ടർബുലന്റ് ഫ്ലോ, ഹൈലി ടർബുലന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി ആണ് വരിക. ഇ ബൈ ഡി ഓൺലി, റിലേറ്റീവ് റഫ്നെസ്സിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇവിടെ നമുക്ക് റഫ്നെസ്സിന്റെ ഇഫക്ട് കുറവാണ്, കാരണം സ്മൂത്ത് ടർബുലന്റ് ഫ്ലോ അല്ലെങ്കിൽ ഇനീഷ്യൽ ലെവൽ ആയതുകൊണ്ട് റെയ്നോൾഡ്സ് നമ്പറും കൂടെ എന്താണ്? റെയ്നോൾഡ്സ് നമ്പറിന്റെയും കൂടി ഫംഗ്ഷൻ ആണ് ഇത് ഫ്രിക്ഷൻ ഫാക്ടർ. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് ഇ ബൈ ഡി. ഇ ബൈ ഡി എന്ന് പറയുന്നത് റിലേറ്റീവ് റഫ്നെസ്. ഓക്കെ, then next question, match the dimensionless number given in list 1 to type of force which are one of the constituent describing these numbers in list 2. ഇവിടെ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ലിസ്റ്റിൽ നമ്മൾ കുറേയധികം ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ലിസ്റ്റിൽ കുറേയധികം അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഫോഴ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രഷർ ഫോഴ്സ്, സർഫസ് ടെൻസർ ഫോഴ്സ്, ഇലാസ്റ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റി ഫോഴ്സ്. അപ്പൊ ഇതിൽ ഏത് ഡയമെൻഷൻലെസ് നമ്പർ ആണ്, ഏത് ഫോഴ്സിനെയാണ് നമ്മൾ മാപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ തിയറി നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ഡയമെൻഷൻലെസ് നമ്പർ, എന്തൊക്കെയാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഡയമെൻഷൻലെസ് നമ്പർ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ആർ റേഷ്യോസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. വെലോസിറ്റി, ലെങ്ത്, ഡെൻസിറ്റി, വിസ്കോസിറ്റി മുതലായ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ഫോം ചെയ്യുന്ന റേഷ്യോസിനെയാണ് നമ്മൾ ഡയമെൻഷൻലെസ് എന്ന് പറയുന്നത്.
അങ്ങനെ കേസിൽ യൂണിറ്റ് ക്യാൻസൽ ആകുമ്പോൾ എന്താണ് ഡയമെൻഷൻലെസ് നമ്പേഴ്സിന് യൂണിറ്റ് ഒന്നും കാണില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡയമെൻഷൻലെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഉള്ള ഡയമെൻഷൻലെസ് നമ്പർ ഇത് മാത്രമല്ല, ഒരുപാട് ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യന് റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡയമെൻഷൻലെസ് നമ്പേഴ്സ് മാത്രം നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഒന്നാമത്തേത് വെബർ നമ്പർ ആണ്. വെബർ നമ്പർ നമ്മൾ അവിടെ വരുന്ന ഒരു ഡോമിനേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ഫോഴ്സ് ആണ്. ഇറ്റ് റെപ്രസെന്റ്സ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു സർഫസ് ടെൻഷൻ ഫോഴ്സ്. ഇനേർഷ്യ ഫോഴ്സും സർഫസ് ടെൻഷൻ ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ വെബർ നമ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. വെബർ നമ്പറിന്റെ നൊട്ടേഷൻ VWE ആണ്, ഈസ് ഈക്വൽ ടു റോ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ, വേർ സിഗ്മ ഇസ് ദ സർഫസ് ടെൻഷൻ, റോ ഇസ് ദ ഡെൻസിറ്റി, L ഇസ് ദ ലെങ്ത് ആൻഡ് V ഇസ് ദ വെലോസിറ്റി. അപ്പോ വെബർ നമ്പർ സർഫസ് ടെൻഷനെ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എന്താണ് ഡയമെൻഷൻലെസ് നമ്പർ ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ടെൻഡൻസി ഓഫ് എ ഫ്ലൂയിഡ് ടു ബ്രേക്ക് ഇൻ ടു ഡ്രോപ്ലെറ്റ്. ഒരു ഫ്ലൂയിഡിന്റെ ടെൻഡൻസി, അതായത് ഡ്രോപ്ലെറ്റ് ആയിട്ട് ബ്രേക്ക് ആവാനുള്ള ഒരു ഫ്ലൂയിഡിന്റെ ടെൻഡൻസിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ് ഇത് വെബർ നമ്പർ. ഹയർ ദ വെബർ നമ്പർ മീൻസ് സർഫസ് ടെൻഷൻ എഫക്ട്സ് ആർ സ്മാൾ കമ്പയർഡ് ടു ഇനേർഷ്യ. ഓക്കെ, വെബർ നമ്പർ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, WE കൂടുതലാവണമെങ്കിൽ എന്ത് വേണം, സിഗ്മ കുറയണം. സിഗ്മ കുറയണം എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ എഫക്ട്സ് ആർ സ്മാൾ കമ്പയർഡ് ടു ഇനേർഷ്യ. അപ്പൊ വെബർ നമ്പറിനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ഈ ലിസ്റ്റിൽ വെബർ നമ്പർ ഈസ് റിലേറ്റഡ് ടു സർഫസ് ടെൻഷൻ ഫോഴ്സ്. ഓക്കെ, ലിസ്റ്റ് 2 രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി അടുത്ത ഡയമെൻഷൻലെസ് നമ്പർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഫ്രൗഡ് നമ്പർ ആണ്. ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ഗ്രാവിറ്റി ഫോഴ്സ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യൽ ഫോഴ്സ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ഓപ്പൺ ചാനൽ ഫ്ലോ. ഫ്രൗഡ് നമ്പർ നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത് ഓപ്പൺ ചാനൽ ഫ്ലോയിലാണ്. ആൻഡ് വേവ് മോഷൻ ആൻഡ് ഡിറ്റർമൈൻസ് വെദർ ദ ഫ്ലോ ഈസ് subcritical where the Froude number is less than 1 or supercritical. ഓപ്പൺ ചാനൽ ഫ്ലോയില് ഫ്ലോ എന്ന് പറയുന്നത് സബ്ക്രിട്ടിക്കൽ ആണോ സൂപ്പർ ക്രിട്ടിക്കൽ ആണോ എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ് ഫ്രൗഡ് നമ്പർ. ഫ്രൗഡ് നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ ഫ്ലോയിനെ നമ്മൾ സബ്ക്രിട്ടിക്കൽ എന്ന് പറയും. അതേസമയം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ സൂപ്പർ ക്രിട്ടിക്കൽ എന്ന് പറയും. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് FR is equal to V divided by root of GL. V is the velocity, G is the acceleration due to gravity and L is the length. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഡോമിനേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഫോഴ്സ് ആണ്. സോ ഇതില് നമുക്ക് ഫ്രൗഡ് നമ്പറിനെ ലിസ്റ്റ് 1 ഫ്രൗഡ് നമ്പറിനെ നമുക്ക് ലിസ്റ്റ് 2 നാലാമത്തെ ഓപ്ഷൻ ഗ്രാവിറ്റി ഫോഴ്സ് ആയിട്ട് മാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ ഡയമെൻഷൻലെസ് നമ്പർ നമുക്ക് തന്നിട്ടുള്ളത് ഓയിലർ നമ്പർ ആണ്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രഷർ ഫോഴ്സ്. ഇറ്റ് റെപ്രസെന്റ്സ് the ratio of pressure force to inertial force and is used in analyzing pressure drop in fluid system. ഫ്ലൂയിഡ് സിസ്റ്റത്തിലെ പ്രഷർ ഡ്രോപ്പ് അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡയമെൻഷൻലെസ് നമ്പറാണ് ഓയിലർ നമ്പർ. അത് പ്രഷർ ഫോഴ്സ് ആയിട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓയിലർ നമ്പർ is equal to delta P divided by rho V square, where rho is the density, V is the velocity, delta P is the drop in pressure. Higher the Euler number, it indicates the ഡോമിനന്റ് പ്രഷർ എഫക്ട്സ്. ഓയിലർ നമ്പർ കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പ്രഷർ എഫക്ട്സ് ഡോമിനന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓയിലർ നമ്പറിനെ നമുക്ക് എന്തായിട്ട് കണക്ട് ചെയ്യാം? ഓയിലർ നമ്പർ ലിസ്റ്റ് 1 ഓപ്ഷൻ C ക്യാൻ ബി മാപ്ഡ് ടു പ്രഷർ ഫോഴ്സ് ഇൻ ലിസ്റ്റ് 2. ഇനി നാലാമത്തെ ഡയമെൻഷൻലെസ് നമ്പർ ആണ് മാക് നമ്പർ. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇലാസ്റ്റിക് ഫോഴ്സ്. മാക് നമ്പർ ഇസ് ദ റേഷ്യോ ഓഫ് ഫ്ലോ വെലോസിറ്റി ടു സ്പീഡ് ഓഫ് സൗണ്ട്. ഫ്ലോ വെലോസിറ്റിയും സൗണ്ടിന്റെ സ്പീഡും അല്ലെങ്കിൽ സൗണ്ടിന്റെ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് ഇത് മാക് നമ്പർ. ഓൾസോ ദ റേഷ്യോ ഓഫ് ഇനേർഷ്യൽ ഫോഴ്സ് ടു ഇലാസ്റ്റിക് ഫോഴ്സ്. നമ്മൾ മാക് നമ്പറിനെ നമ്മൾ ഇനേർഷ്യൽ ഫോഴ്സ് ടു ഇലാസ്റ്റിക് ഫോഴ്സ്, ഈ രണ്ട് ഫോഴ്സ് തമ്മിലുള്ള റേഷ്യോ ആയിട്ട് നമുക്ക് മാക് നമ്പർ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. കംപ്രസിബിലിറ്റി റെഫേഴ്സ് ടു ഹൗ മച്ച് ഡെൻസിറ്റി ചേഞ്ചസ് വിത്ത് പ്രഷർ ഇൻ എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിൽ പ്രഷറിന്റെ വേരിയേഷൻ അനുസരിച്ച് എത്രത്തോളം ഡെൻസിറ്റി ചേഞ്ച് വരുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു മെഷറാണ് ഇത് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഹയർ ദ മാക് നമ്പർ സ്ട്രോങ്ങർ ദ കംപ്രസിബിലിറ്റി എഫക്ട്സ്. മാക് നമ്പർ കൂടുന്നതനുസരിച്ച് കംപ്രസിബിലിറ്റി എഫക്ട് കൂടും എന്ന് വെച്ചാൽ ഷോക്ക് വേവ് ഫോർമേഷനിലാണത് റിസൾട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചോദ്യം മാക് നമ്പറിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഫോഴ്സ് ആണ്. റേഷ്യോ ഓഫ് ഇനേർഷ്യൽ ഫോഴ്സ് ടു ഇലാസ്റ്റിക് ഫോഴ്സ്. അപ്പോ ലിസ്റ്റ് 1 മാക് നമ്പർ can be mapped to list 2 elastic force.
ഇപ്പൊ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം നമ്മൾ മാപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻസ് 2143 ആണോ 2413 ആണോ 1243 ആണോ 4213 ആണോ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തതിന്റെ ബേസിൽ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ 2413. ഓക്കെ, 2413 എന്ന് പറയുമ്പോൾ A to 2, B to 4, C to 1 ആൻഡ് T to 3. ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മാപ്പിംഗ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ടിപ്പിക്കൽ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് ഫോർ ഫാൻ വിത്ത് ബാക്ക്വേർഡ് കർവ്ഡ് ബ്ലേഡ്സ് ആർ ഷോൺ ഇൻ ഫിഗർ, മാച്ച് ദ കറക്റ്റ് ഓപ്ഷൻ. അതായത് പെർഫോമൻസ് കർവ്, ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്, നമുക്ക് ഇതിന് ടർബൈൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ഹൈഡ്രോളിക് മെഷീൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിന് ഒരു ബാക്ക്വേർഡ് കർവ്ഡ് ആയിട്ടുള്ള ബ്ലേഡ് ഫാനിന്റെ ബാക്ക്വേർഡ് കർവ്ഡ് ബ്ലേഡ് ഉള്ള ഫാനിന്റെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. ABCD എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് താഴെ തന്നിട്ടില്ല, ഇതും അത് മാച്ചിങ് ഓപ്ഷൻ ആണ്. രണ്ട് ലിസ്റ്റ് തന്നിട്ടുണ്ടാവും. ഈ രണ്ട് ലിസ്റ്റിൽ, അതായത് ലിസ്റ്റ് 1ലും ലിസ്റ്റ് 2ലും ഏതൊക്കെ കർവ് ഏതൊക്കെ പാരാമീറ്റേഴ്സിനാണ് മാപ്പ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഏതാ, കറക്റ്റ് മാച്ചിങ് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഏതൊക്കെയാണ് കർവ് എന്നുള്ളത് നോക്കാം. കർവ് എ ഫിഗറിൽ കർവ് എ എന്ന് പറയുന്നത് ഇതാണ്. ഈ കർവാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കർവ് എ ഈസ് ആക്ച്വലി റെപ്രസെന്റിങ് ദ ഷാഫ്റ്റ് പവർ. ഓക്കെ, ഷാഫ്റ്റ് പവർ റെപ്രസെന്റ് ചെയ്യുന്ന കർവാണ് കർവ് എ. ഷാഫ്റ്റ് പവർ ഫോർ ബാക്ക്വേർഡ് കർവ്ഡ് ഫാൻ ഇൻക്രീസസ് വിത്ത് ഫ്ലോ ഇനീഷ്യലി, റീച്ചസ് എ മാക്സിമം ആൻഡ് ദെൻ സ്ലൈറ്റ്ലി ഡിക്രീസസ്. ഇറ്റ് അവോയ്ഡ്സ് ഓവർലോഡിംഗ് അറ്റ് ഹൈ ഫ്ലോ റേറ്റ്സ്. അതായത് ഇനീഷ്യലി എന്ത് ചെയ്യുന്നു, അതായത് വിത്ത് റെസ്പെക്ട് ടു ഫ്ലോ ഇറ്റ് റീച്ചസ് ആൻഡ് ഫ്ലോ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഫ്ലോ. ഇവിടെ നമുക്കറിയാം എക്സ് ആക്സിസിൽ ഫ്ലോ ആണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന കർവ് ഇനീഷ്യലി ഫ്ലോവിനനുസരിച്ച് ഇനീഷ്യലി കൂടുന്നു, ഇവിടെ ഒരു മാക്സിമം പോയിന്റ് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് സഡൻ ആയിട്ട് ഡിമിനിഷ് ചെയ്യുന്നില്ല, ഗ്രാജുവലി എന്ത് ചെയ്യുന്നു, ചെറിയൊരു ഡിമിനിഷിങ് മാത്രമേ വരുന്നുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്, റീച്ചസ് എ മാക്സിമം ആൻഡ് ദെൻ സ്ലൈറ്റ്ലി ഡിക്രീസസ്. ചെറിയൊരു കുറവ് മാത്രമേ വരുന്നുള്ളൂ. ഇറ്റ് അവോയ്ഡ്സ് ഓവർലോഡിംഗ് അറ്റ് ഹൈ ഫ്ലോ റേറ്റ്. ഓക്കെ, അതാണ് കർവ് എന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് വരുന്നത്. കർവ് ബി, വിച്ച് ഈസ് ദ ടോട്ടൽ എഫിഷ്യൻസി കർവ്, ഇറ്റ് ഫോളോസ് എ ബെൽ ഷേപ്ഡ് കർവ്. എപ്പോൾ നമുക്കറിയാം എഫിഷ്യൻസി കർവ് എന്ന് പറയുന്ന ഒരു ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കും. ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഫ്ലോ, റീച്ചസ് എ പീക്ക് വാല്യൂ അറ്റ് ദ ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ആൻഡ് ദെൻ ഡിക്രീസസ്. ദിസ് പീക്ക് റെപ്രസെന്റ്സ് ദ മോസ്റ്റ് എക്കണോമിക്കൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത്, കർവ് ബി എന്ന് പറയുന്നത് ടോട്ടൽ എഫിഷ്യൻസി കർവാണ്. സോറി, ഈ ടോട്ടൽ എഫിഷ്യൻസി കർവ് ഫ്ലോവിനനുസരിച്ച് കൂടി കൂടി വന്ന് ഒരു മാക്സിമം അല്ലെങ്കിൽ പീക്ക് പോയിന്റിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞ് അത് കുറയുന്നു. ഈ പീക്ക് പോയിന്റിലാണ് ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ്, എക്കണോമിക്കലി ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ടോട്ടൽ എഫിഷ്യൻസി കർവാണ്. ഓപ്ഷൻ സി ഓർ കർവ് സി, ഫാൻ സ്റ്റാറ്റിക് പ്രഷർ. കർവ് സി എന്ന് പറയുന്നത് ഫാൻ സ്റ്റാറ്റിക് പ്രഷറിന്റെ കർവാണ്. സ്റ്റാറ്റിക് പ്രഷർ ഡിക്രീസസ് ആസ് ദ ഫ്ലോ റേറ്റ് ഇൻക്രീസസ്. ഇറ്റ് ലൈസ് ബിലോ ദ ടോട്ടൽ പ്രഷർ കർവ് ബിക്കോസ് ഇറ്റ് എക്സ്ക്ലൂഡ്സ് വെലോസിറ്റി പ്രഷർ. ഓക്കെ, ടോട്ടൽ പ്രഷർ താഴെ, പ്രഷർ കർവിന് താഴെയുള്ള ഒരു കർവാണ് ഫാൻ സ്റ്റാറ്റിക് പ്രഷർ. ഓക്കെ, ഡൈനാമിക് പ്രഷറിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് പ്രഷർ ഡിക്രീസസ് ആസ് ദ ഫ്ലോ റേറ്റ് ഇൻക്രീസസ്. ഫ്ലോ റേറ്റ് കൂടുന്നതനുസരിച്ച്, ഇപ്പൊ നമുക്കറിയാം ഇവിടെ കാണുന്നുണ്ട്, ഈ ഒരു കർവാണ്. ഈ ഒരു കർവ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇനീഷ്യൽ ഫ്ലോയിലെല്ലാം എന്താണ് മാക്സിമം എത്രയാണ് നിൽക്കുന്നത്, ഈ ഫ്ലോ റൈറ്റോട്ട് പോകുന്ന കൂടുന്നതനുസരിച്ച് എന്താണ് ഇത് താഴോട്ടാണ് പോകുന്നത്. താഴോട്ട് പോയി അവസാനം ഒരു മിനിമം വാല്യൂയിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പൊ ഫ്ലോ കൂടുന്നതനുസരിച്ച് ഈ സ്റ്റാറ്റിക് പ്രഷർ കർവ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഓക്കെ, സ്റ്റാറ്റിക് പ്രഷർ decreases as the flow rate increases. It lies below the total pressure curve because it excludes the velocity pressure. അപ്പോൾ മൂന്നാമത്തെ കർവ് സി എന്ന് പറയുന്നത് ഫാൻ സ്റ്റാറ്റിക് പ്രഷർ കർവാണ്. ഇനി നാലാമത്തെ കർവ്, കർവ് ഡി, which is the total pressure curve. Total pressure is the highest curve, continuously decreases with increasing flow rate. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ റേറ്റ് ഇൻക്രീസിംഗ് അനുസരിച്ച് എന്താണ് ടോട്ടൽ പ്രഷർ is the highest curve and is continuously decreasing. Okay, flow rate കൂടുന്നതനുസരിച്ച് ഡി എന്ന് പറയുന്ന കർവ് ഫ്ലോ റേറ്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ്, സ്റ്റാറ്റിക് പ്രഷർ പറഞ്ഞ പോലെ ഫ്ലോ റേറ്റ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കർവ് താഴോട്ട് പോകുന്നു അല്ലെങ്കിൽ ഫ്ലോ റേറ്റ്
കൂടുന്നതനുസരിച്ച് ഈ ടോട്ടൽ പ്രഷർ കർവ് താഴോട്ട് വരുന്നു. ഓക്കെ, കണ്ടിന്യൂസ്ലി ഡിക്രീസസ്. ഇറ്റ് റെപ്രസെന്റ്സ് ദ സം ഓഫ് സ്റ്റാറ്റിക് ആൻഡ് വെലോസിറ്റി പ്രഷേഴ്സ് ഡെലിവേർഡ് ബൈ ദ ഫാൻ. സ്റ്റാറ്റിക് പ്രഷറിന്റെയും വെലോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് പ്രഷറിന്റെയും സമ്മിനെയാണ് ഈ കർവ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് 4 കർവും എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞു. ഇനി നമുക്ക് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തമ്മിൽ നമുക്ക് മാപ്പ് ചെയ്ത് നോക്കാം. ലിസ്റ്റ് 1ൽ കർവ് എ റെപ്രസെന്റ്സ് ദ ഷാഫ്റ്റ് പവർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കർവ് എ ഷാഫ്റ്റ് പവർ. കർവ് ബി ഇസ് ദ ടോട്ടൽ എഫിഷ്യൻസി. കർവ് സി ഇസ് ദ ഫാൻ സ്റ്റാറ്റിക് പ്രഷർ ആൻഡ് കർവ് ഡി ഇസ് ദ ടോട്ടൽ പ്രഷർ. അപ്പൊ തന്നിട്ടുള്ളതിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള മാപ്പിംഗ് വരുന്നത് ഓപ്ഷൻ എ ആണ്. A to 2, B to 3, C to 4 and D to 1. Okay, so option A is the correct answer. Next question. The total pressure on the top of a closed cylindrical vessel of diameter D completely filled with water when rotated about its vertical axis is directly proportional to. So ഇതാണ് ടോട്ടൽ പ്രഷർ ഓൺ ദ ടോപ്പ് ഓഫ് എ ക്ലോസ്ഡ് സിലിണ്ടറിക്കൽ വെസൽ. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ വെസൽ അതിന്റെ ടോപ്പിലുള്ള ടോട്ടൽ പ്രഷർ എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ വെൻ റൊട്ടേറ്റഡ് അബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ്. ഒരു ക്ലോസ്ഡ് സിലിണ്ടറിക്കൽ വെസൽ ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ വെർട്ടിക്കൽ ആക്സിസിന് വിത്ത് റെസ്പെക്ട് വിത്ത് വെർട്ടിക്കൽ ആക്സിസ് വി ആർ റൊട്ടേറ്റിംഗ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ സിലിണ്ടറിന് മുകളിലുള്ള ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഡയമീറ്ററിന് ഏത് രീതിയിലാണ് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ളത്? ഡി ആണോ, ഡി സ്ക്വയർ ആണോ, ഡി ക്യൂബ് ആണോ, ഡി റേസ് ടു 4 ആണ് എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള തിയറി നോക്കാം. When the cylinder rotates, a forced vortex is formed. When the cylinder rotates, a forced vortex is formed. The pressure distribution, which is actually following a parabolic variation, is given by P is equal to rho omega square r square divided by 2. That is equal to rho omega square d square by 8. ഇവിടെ r is equal to എന്താണ്? d by 2 ആണ്. അത് പ്രകാരം നമ്മൾ ഇൻ ടേംസ് ഓഫ് d എഴുതിയ സമയത്ത് റോ ഒമേഗ സ്ക്വയർ d സ്ക്വയർ ബൈ 8 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഒരു സിലിണ്ടർ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ ആക്സിസ് ഒരു സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫോം ചെയ്യുന്നു. അങ്ങനെയുള്ള കേസിൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഇൻസൈഡ് ദ സിലിണ്ടർ എന്തായിരിക്കും? പരാബോളിക് ആയിരിക്കും. ആ പ്രഷർ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മാക്സിമം പ്രഷർ ഒക്കേഴ്സ് അറ്റ് ദ സിലിണ്ടറിക്കൽ വാൾ ആൻഡ് മിനിമം പ്രഷർ ഒക്കേഴ്സ് അറ്റ് ദ ആക്സിസ്. ആക്സിസിൽ എന്തായിരിക്കും? റേഡിയസ് 0 ആയിരിക്കും. അപ്പൊ മിനിമം പ്രഷർ ആക്സിസിലും മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിന്റെ കർവ് വരിക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? പ്രഷർ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്ന പ്രഷർ മാക്സിമം, അതായത് സിലിണ്ടർ വാളിൽ പ്രഷർ മാക്സിമം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന് വേരിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡി സ്ക്വയർ ഇവിടെ നമുക്കറിയാം റോ ഒമേഗ സ്ക്വയർ ഡി സ്ക്വയർ ബൈ 8 നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ പ്രഷർ ഡ്രോപ്പ് ഓർ ദ മാക്സിമം പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസി ഓഫ് ആൻ ഇമ്പൾസ് ടർബൈൻ having angle of blade tip at outlet as phi is given by. ഹൈഡ്രോളിക് മെഷീൻസിൽ നിന്നുള്ള ചോദ്യമാണ്. ഇമ്പൾസ് ടർബൈൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇമ്പൾസ് ടർബൈൻ, എന്താണ് അതിന്റെ ഹൈഡ്രോളിക് എഫിഷ്യൻസി അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഫിഷ്യൻസി എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ബ്രീഫ് ആയിട്ടുള്ള തിയറി നോക്കാം. നമുക്കറിയാം an impulse turbine is a type of hydraulic turbine where the entire pressure drop of water occurs in the nozzle, converting pressure energy into kinetic energy. Okay, impulse turbine എന്ന് പറഞ്ഞാൽ എന്താണ്? Is a turbine where the entire pressure drop of water occurs in the nozzle, converting pressure energy into kinetic energy. നോസിൽ വെച്ച് പ്രഷർ എനർജി മുഴുവനായിട്ട് എന്തായി മാറുന്നു? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. ഇത്തരത്തിലുള്ള ടർബൈനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത്. The high velocity jet then strikes the turbine blades and the blades only change the direction of flow and the energy transfer is due to impulse of the jet. അപ്പോൾ ഈ നോസിൽ നിന്ന് വരുന്ന ഹൈ വെലോസിറ്റി ജെറ്റ് എന്ത് ചെയ്യുന്നു? ടർബൈൻ ബ്ലേഡിനെ പോലും സ്ട്രൈക്ക് ചെയ്യുന്നു. ടർബൈൻ ബ്ലേഡ് പോലും സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലേഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്ലോ ഡയറക്ഷൻ ഡൈവേർട്ട് ചെയ്ത് വിടുക അല്ലെങ്കിൽ ഫ്ലോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ബ്ലേഡിന്റെ ഫംഗ്ഷൻ.
അതുവഴി നടക്കുന്ന എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇമ്പൾസ്, അല്ലെ? ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ ഇമ്പൾസ് കൊണ്ടാണ് അവിടെ ഉണ്ടാവുന്ന ഇമ്പൾസീവ് ഫോഴ്സ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇമ്പൾസ് ഓഫ് ദ ജെറ്റ് കൊണ്ടാണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, സോ pressure energy is being converted into kinetic energy in the nozzle, and the energy transfer is purely due to impulse of the jet. For an impulse turbine, the hydraulic efficiency is defined as the ratio of work done on the blades to energy supplied by the jet. ഒരു impulse turbine നമുക്ക് hydraulic efficiency ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, അതായത് ratio of work done on the blades to the energy supplied by the jet. അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിൽ, ഈ സ്ലൈഡിൽ നമുക്ക് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള വെലോസിറ്റി ട്രയാങ്കിൾ, നമുക്ക് അതിന്റെ എഫിഷ്യൻസി കാൽക്കുലേഷൻസിന് വേണ്ടി നമ്മൾ ടർബൈനിൽ വെലോസിറ്റി ട്രയാങ്കിൾസ് നമ്മൾ യൂസ് ചെയ്ത് കാണാറുണ്ട്. അതായത് ഇൻലെറ്റിലും എക്സിറ്റിലും ഒക്കെ നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾസ് വരയ്ക്കും. അവിടെ ഒരുപാട് വെലോസിറ്റി കമ്പോണൻസ് നമ്മൾ റിസോൾവ് ചെയ്ത് ആ വെലോസിറ്റി കമ്പോണൻസിനെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രോളിക് എഫിഷ്യൻസി ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും, ഇതാണ് ഒരു കർവ്, അല്ലെങ്കിൽ ഇതാണ് ഒരു ബ്ലേഡ്. ഈ ബ്ലേഡിന്റെ ഇൻലെറ്റും, ഇതാണ് ഇൻലെറ്റ് പോർഷൻ, ഇതാണ് അതിന്റെ എക്സിറ്റ് പോർഷൻ. ഇവിടെ നമുക്ക് ഇൻലെറ്റിൽ വരുന്നു V1 എന്ന് പറയുന്ന അബ്സല്യൂട്ട് വെലോസിറ്റി ആണ്, VW1 എന്ന് പറയുന്നത് വേൾഡ് വെലോസിറ്റി. ഓക്കെ, U1 എന്ന് പറയുന്നത് ബ്ലേഡിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ വെയിൻ വെലോസിറ്റി, VR1 എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി. 1 എന്ന് പറയുന്നത് ഇൻലെറ്റിലാണ്, 2 എന്ന് പറയുന്നത് എക്സിറ്റിലാണ്. ഓക്കെ, ഇതേ കമ്പോണൻസ് എല്ലാം നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അപ്പോൾ ഇപ്പൊ ഡിഫറെന്റ് വെലോസിറ്റി കമ്പോണൻസ് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് നമുക്ക് നോക്കാം. ഫൈ, അതുപോലെ തന്നെ ബീറ്റ. ഓക്കെ, ഇവിടെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ, അതായത് ഈ ബ്ലേഡിൽ വന്ന് ഇടിച്ചുകൊണ്ട് ഈ ബ്ലേഡിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, 180 - 5 ആംഗിളിലാണ് ഈ ഫ്ലൂയിഡ് ഡിഫ്ലക്ട് ചെയ്തു പോകുന്നത്, ഈ ടിപ്പിലൂടെ, ബ്ലേഡിന്റെ ടിപ്പിലൂടെ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള പൈത്തഗോറസ് തിയറം ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വരുന്നു നമുക്ക് നോക്കാം. ജെറ്റ് വെലോസിറ്റി V1 പ്യുവർലി ടാൻജൻഷ്യൽ. ഓക്കെ, അത് പ്രത്യേകിച്ച് ആംഗിൾ ഒന്നുമില്ല, ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് വന്ന് ഇതിന്റെ സെൻട്രലാണ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ബ്ലേഡിന്റെ. സോ പ്യുവർലി ടാൻജൻഷ്യൽ ആണ് എന്ത്, ജെറ്റ് വെലോസിറ്റി V1. അങ്ങനെയാണെങ്കിൽ VW1 = V1, വേൾഡ് കമ്പോണന്റ് = അബ്സല്യൂട്ട് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. ഇനി ബ്ലേഡ് സ്പീഡ് അല്ലെങ്കിൽ വെയിൻ സ്പീഡ് U1 = U2 = U. നമുക്ക് ഇവിടെ അസ്യൂം ചെയ്യുന്നത് ഇൻലെറ്റിലും എക്സിറ്റിലും ബ്ലേഡിന് വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല, കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് U1 = U2 = U. മൂന്നാമത്തെ വെലോസിറ്റി കമ്പോണന്റ് ആ റിലേറ്റീവ് വെലോസിറ്റി VR1 = V1 - U. ഓക്കെ, ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് V1 എന്ന് പറയുന്നത് ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ V1 - U ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് VR1 കിട്ടും. ഇതാണ് നമുക്ക് ഇൻലെറ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി എക്സിറ്റില് the relative velocity VR2 leaving at a blade angle phi. ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. VR2 മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ VR2 മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആണ് എക്സിറ്റില്. അതാണ് ഇവിടെ പറഞ്ഞത്. ടാൻജൻഷ്യൽ ഓർ വേൾഡ് കമ്പോണന്റ് ഓഫ് അബ്സല്യൂട്ട് വെലോസിറ്റി VW2 = VR2 cos phi - U. ഓക്കെ, VR2 cos phi എന്ന് പറയുമ്പോൾ ഏത് വരും, VR2 cos phi എന്ന് പറയുമ്പോൾ ഇതിന്റെ VR2ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. VR2 cos phi മൈനസ് ഇതുവരെയുള്ള U മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, VW2 അല്ലെങ്കിൽ ടാൻജൻഷ്യൽ കമ്പോണന്റ് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. VW2 = VR2 cos phi - U. ഇനി ആക്സിയൽ അല്ലെങ്കിൽ ഫ്ലോ കമ്പോണന്റ് എന്തായിരിക്കും, വെർട്ടിക്കൽ കമ്പോണന്റ് VF2 = VR2 sin phi. അതായത് VR2ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് VR2 cos phi യും, അതായത് അതുപോലെ VR2 sin phi എന്ന് പറയുന്നത് ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലെങ്കിൽ ഫ്ലോ കമ്പോണന്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോളിക് എഫിഷ്യൻസി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് η = 2U × V - U × 1 + K cos alpha ഡിവൈഡഡ് ബൈ V². ഇത് ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്, വേർ K ഈസ് ദ ഫ്രിക്ഷൻ ഫാക്ടർ. ഓക്കെ, V is the velocity of jet നമുക്കറിയാം, U is the blade velocity and alpha is the blade angle. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മാക്സിമം എഫിഷ്യൻസി, മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. ഫോർ എ ഫംഗ്ഷൻ ടു ബി മാക്സിമം, നമ്മൾ മാക്സിമം മിനിമം ആക്കാൻ നമ്മൾ മാക്സിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഫോർ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ആ ഡിഫറൻഷ്യൽ, ഫസ്റ്റ് ഡിഫറൻഷ്യൽ എന്ത് ചെയ്യണം, ഡിഫറൻഷ്യൽ എന്തായിരിക്കണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. കൂടുതൽ ഡിഫറൻഷിയേഷനിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. അപ്പൊ ഈ ഒരു dη, ഓക്കെ, ഫോർ മാക്സിമം എഫിഷ്യൻസി
the bucket speed should be half of the jet speed. U is equal to v by 2. ഈ u is equal to v by 2 എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു എഫിഷ്യൻസിയുടെ എക്സ്പ്രഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനലി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ u is equal to v by 2 എന്ന് കിട്ടും. u എന്ന് പറയുന്നത് വെയിൻ സ്പീഡ്, v എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വെലോസിറ്റി. ഓക്കെ, u is equal to v by 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ എക്സ്പ്രഷനിൽ നമുക്ക് u is equal to v by 2 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈറ്റ മാക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് ഫൈ ബൈ 2 എന്ന് കിട്ടും. ഫോർ മാക്സിമം എഫിഷ്യൻസി ദ ഒപ്റ്റിമം സ്പീഡ് റേഷ്യോ ഈസ് 0.46 to 0.5. ഓക്കെ, സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് u by v ആണ്. u by v is the speed ratio. അപ്പോൾ മാക്സിമം എഫിഷ്യൻസി കണ്ടീഷനിൽ ഒപ്റ്റിമം സ്പീഡ് റേഷ്യോ 0.46 തൊട്ട് 0.5 വരെയുള്ള റേഞ്ചിലായിരിക്കും. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. വാട്ട് ഈസ് ദ ഒപ്റ്റിമം സ്പീഡ് റേഷ്യോ ഫോർ മാക്സിമം എഫിഷ്യൻസി ഇൻ ദ കേസ് ഓഫ് ടർബൈൻ? ചോദിക്കുകയാണെങ്കിൽ 0.46 to 0.5 ആണ് ആൻസർ വരുന്നത്. ഇവിടെ ചോദ്യം അതല്ല, ഇവിടെ മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ കേസിൽ maximum hydraulic efficiency of an impulse turbine angle of blade tip at angle phi ആണെങ്കിൽ എങ്ങനെയാണ് മാക്സിമം ഹൈഡ്രോളിക് എഫിഷ്യൻസി എത്ര വരും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മളിവിടെ പറഞ്ഞു ഓൾറെഡി 1 plus cos phi by 2. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വളരെ ബ്രീഫ് ആയിട്ടുള്ള തിയറി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഓപ്ഷൻസ് മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള തിയറിയും അതിനെ ബേസ് ചെയ്ത് വരാവുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരവും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. അതായത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ബൗണ്ടറി ലെയറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റെയ്നോൾഡ്സ് നമ്പറിന്റെ റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് തിയറി നോക്കാം. When a fluid flows over a solid surface or a flat plate, a thin region near the surface where the viscous effects are dominant or significant and is known as boundary layer. Already നമ്മൾ നേരത്തെയുള്ള സ്ലൈഡുകളിൽ പറഞ്ഞതാണ് ബൗണ്ടറി ലെയർ ഡെവലപ്മെന്റ്. അതായത് പ്ലേറ്റിന്റെ മുകളിലൂടെയുള്ള ഒരു ഫ്ലൂയിഡ് ഫ്ലോയില് പ്ലേറ്റിന് തൊട്ടടുത്തായിട്ട് വിസ്കസ് എഫക്ട് കൊണ്ട് ഫോം ചെയ്യുന്ന ഒരു ലെയർ ആണ് നമ്മൾ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. In a laminar flow, the fluid particles are moving in smooth layers with orderly velocity variation, and in turbulent flow, chaotic eddies and mixing dominate, making the boundary layer thicker and more energetic. Laminar flow ആണെങ്കിൽ fluid particles എല്ലാം തന്നെ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, സ്മൂത്ത് ലെയറിലാണ് ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ വെലോസിറ്റി വേരിയേഷൻ എന്ന് പറയുന്നത് റെഗുലർ ആയിരിക്കും. അതേസമയം ടർബുലന്റ് ഫ്ലോയിലാണെങ്കിൽ എഡി ഫോർമേഷൻ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് തമ്മിൽ റാൻഡമായിട്ട് മിക്സിംഗ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബൗണ്ടറി ലെയർ വളരെ തിക്കർ ആയിരിക്കുന്നു മാത്രമല്ല വളരെ എനർജറ്റിക്, വളരെയധികം ഹൈലി ഡിസോർഡേർഡ് ആയിരിക്കും ഇത് ടർബുലന്റ് ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. ആസ് ദ ഫ്ലൂയിഡ് ഫ്ലോസ് ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ്, ദ വെലോസിറ്റി ചേഞ്ചസ് ഫ്രം 0 at the wall to the free stream velocity outside the boundary layer. The thickness of this region is called a boundary layer thickness. നമ്മൾ ആൾറെഡി പറഞ്ഞു, വെലോസിറ്റി 0ൽ നിന്ന് ഫ്രീ സ്ട്രീം വെലോസിറ്റി വരെ വേരി ചെയ്യുന്ന ആ ഒരു റീജിയൻ, അതിന്റെ തിക്നെസ്സിനെയാണ് നമ്മൾ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത്, റെപ്രസെന്റഡ് ബൈ ഡെൽറ്റ. Reynolds number, which is the ratio of inertia force to viscous force, governs the growth of the boundary layer. ബൗണ്ടറി ലെയറിന്റെ ഗ്രോത്തിനെ ഗവേൺ ചെയ്യുന്ന ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ് റെയ്നോൾഡ്സ് നമ്പർ. നമുക്കറിയാം ഇനേർഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ് ആണ് റെയ്നോൾഡ്സ് നമ്പർ. A low Reynolds number means viscous forces are dominating and the flow stays laminar, thinner boundary layer. നേരത്തെ പറഞ്ഞ പോലെ turbulent boundary layer ആണെങ്കിൽ thickness കൂടുതലായിരിക്കും, laminar boundary ലെയറിന്റെ thickness കുറവായിരിക്കും. അപ്പോ ലോ റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ ലോ ആണെന്നുണ്ടെങ്കിൽ വിസ്കസ് ഫോഴ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലോ എന്തായിരിക്കും, ലാമിനാർ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. അതേസമയം ഒരു ഹൈ റെയ്നോൾഡ്സ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇനേർഷ്യൽ ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫ്ലോ ടർബുലന്റ് ആയിട്ട് മാറും ആൻഡ് തിക്നെസ് ഓഫ് ദ ബൗണ്ടറി ലെയർ വിൽ ബി മോർ. അപ്പോ ഇതാണ് ബൗണ്ടറി ലെയറിന്റെ തിക്നെസ്സും റെയ്നോൾഡ്സും നമ്പറും തമ്മിലുള്ള ഒരു റിലേഷൻ. ഓക്കെ, ഇനി ലാമിനാർ ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബ്ലേഷ്യസ് സൊല്യൂഷൻ.
ഒരു എംപിരിക്കൽ സൊല്യൂഷൻ ആണ് ബ്ലേഷ്യസ് സൊല്യൂഷൻ, where it is given by delta is proportional to x by root of REX. Delta എന്ന് പറയുന്നത് ബൗണ്ടറി ലെയർ തിക്നെസ് is directly proportional to x divided by root of REX. x എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദി ലീഡിംഗ് എഡ്ജ്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാം x is approximately REX raised to minus 1 by 2 അല്ലെ. താഴെ ഇവിടെ റൂട്ട് ഓഫ് REX എന്ന് പറയുമ്പോൾ raised to 1 by 2, മുകളിലേക്ക് പോകുമ്പോൾ മൈനസ് 1 by 2 ആയിട്ട് മാറും. അതേസമയം ഒരു ടർബുലന്റ് ബൗണ്ടറി ലെയർ ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ഡിവൈഡഡ് ബൈ REX raised to 1 by 5, or it can be rewritten as delta approximately REX raised to minus 1 by 5. അപ്പോ ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. പാരാമീറ്റേഴ്സ് ഓഫ് ദ turbulent boundary layer vary as REX raised to minus 1 by 5. ഇവിടെ നമുക്കൊരു എംപിരിക്കൽ റിലേഷൻഷിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ പ്രൊപ്പോർഷൻ ടു എക്സ് ബൈ REX raised to 1 by 5. അത് മുകളിലേക്ക് പോകുമ്പോൾ RE raised to minus 1 by 5 ആവും. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when the boundary layer on the cylinder becomes turbulent, the drag coefficient is reduced by a factor of about. ഡ്രാഗ് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഫ്ലോ ഓവർ ദ സിലിണ്ടർ, ഡ്രാഗ് ഫോഴ്സിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഡ്രാഗ് ഓൺ എ സിലിണ്ടർ എന്താണ്, അതിന്റെ തിയറി എന്താണെന്ന് നോക്കാം. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഡ്രാഗ് ഓൺ എ സിലിണ്ടർ. ഓക്കെ, സിലിണ്ടറിന്റെ നമ്മളെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ സിലിണ്ടർ, ദെൻ മുകളിൽ ലാമിനാർ. ഓക്കെ, താഴെ ഈ ഒരു റീജിയൻ ആകുമ്പോൾ ടർബുലന്റ് ആയി മാറുന്നു. ഓക്കെ, അറ്റ് ദ ഡൗൺ സ്ട്രീം വി ആർ ആക്ച്വലി having an area which is known as wake. Okay, when the fluid flows past a cylinder, it cannot follow the surface after some point. ഒരു സിലിണ്ടറിന് മുകളിലൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ സർഫസിനെ, സിലിണ്ടർ സർഫസിനെ ഈ ഫ്ലൂയിഡിനെ ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. അത് കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെപ്പറേഷൻ സംഭവിക്കുന്നു. ഓക്കെ, ആഫ്റ്റർ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ആർ അണേബിൾ ടു ഫോളോ ദ ഫ്ലോ ഓവർ ദ സിലിണ്ടർ, സോ there occurs a separation. Behind the cylinder a low pressure swirling region forms and this is called peak. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഫ്ലോനെ സിലിണ്ടറിനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ സിലിണ്ടറിന് താഴെ, സിലിണ്ടറിന് പിന്നാലെ ആയിട്ട് ഒരു ലോ പ്രഷർ swirling region ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലോ പ്രഷർ swirling region, അതിനെയാണ് നമ്മൾ വേക്ക് എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് വേക്ക്. ഓക്കെ, ലോ പ്രഷർ swirling region is being formed behind the cylinder which is known as wake. In the case of laminar boundary layer, the flow separates early near the front side which creates a large wake behind the cylinder. Laminar boundary layer ആണെങ്കിൽ ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയി മാറുന്നു. അതായത് ഫ്രണ്ട് സൈഡിന് അടുത്ത് തന്നെ പെട്ടെന്ന് ഫ്ലോ സെപ്പറേറ്റ് ചെയ്തു പോകുന്നു. ഇത് കാരണം വളരെ വലിയ ഒരു വേക്ക് റീജിയൻ തന്നെ സിലിണ്ടറിന് പുറത്ത്, സിലിണ്ടറിന്റെ ബാക്കിൽ ഫോം ചെയ്യപ്പെടുന്നു ഇൻ ദ കേസ് ഓഫ് ലാമിനാർ ബൗണ്ടറി ലെയർ. അപ്പൊ ലാർജ് വേക്ക് എന്ന് പറയുമ്പോൾ ബിഗ് ലോ പ്രഷർ റീജിയൻ വിച്ച് മീൻസ് എ സ്ട്രോങ് ബാക്ക്വേർഡ് പുൾ ആൻഡ് ഹെൻസ് ഹൈ ഡ്രാഗ്. അതായത് ലാർജ് വേക്ക് എന്ന് പറയുമ്പോൾ, വേക്ക് എന്ന് പറയാൻ നമുക്കറിയാം ലോ പ്രഷർ റീജിയൻ ആണ്. വേക്ക് ലാർജ് ആകുമ്പോൾ ലോ പ്രഷർ റീജിയൻ വളരെ കൂടും. ലോ പ്രഷർ റീജിയൻ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ എ സ്ട്രോങ് ബാക്ക്വേർഡ് പുൾ. ഈ സ്ട്രോങ് ബാക്ക്വേർഡ് പുള്ളിനെയാണ് നമ്മൾ ഡ്രാഗ് എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ ഹൈ ഡ്രാഗ്. സോ ലാർജ് വേക്ക് റിസൾട്ടിങ് ഇൻ ഹൈ ഡ്രാഗ്. So this is about laminar boundary layer. For a turbulent boundary layer, the flow sticks longer to surface, resulting in a delayed separation and wake becomes smaller. Okay, turbulent boundary layer le flow is sticking longer to the surface, so separation is getting delayed and separation delay ആവുന്നതുകൊണ്ട് തന്നെ wake formation എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. Smaller wake is equal to less low pressure region or small low pressure region, hence lower drag. Okay, അപ്പോൾ സ്മോളർ വേക്ക് ആണെങ്കിൽ ലോവർ ഡ്രാഗ് ആയിരിക്കും, ലാർജ് വേക്ക് ആണെങ്കിൽ ഹൈ ഡ്രാഗ് ആയിരിക്കും. ഓക്കെ, ദെൻ ലാമിനാർ സെപ്പറേഷൻ ഹൈ ഡ്രാഗ്,
ടർബുലന്റ് സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ലോവർ ഡ്രാഗ്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഈ രണ്ടിലും നമുക്ക് സി ഡിയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി തന്നിട്ടുണ്ട്, നമുക്ക് പഠിച്ചു വെക്കുക. അത് ലാമിനാർ സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ സി ഡി അപ്രോക്സിമേറ്റ്ലി 1 to 1.2 ആണ്. അതേസമയം ടർബുലന്റ് സെപ്പറേഷൻ ആണെങ്കിൽ ലോവർ ഡ്രാഗ് വേറെ സി ഡി വാല്യൂ വേരീസ് ഫ്രം 0.2 to 0.3. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സി ഡിയുടെ നമുക്ക് രണ്ട് സ്ഥലത്ത് നമ്മൾ മാക്സിമം വാല്യൂ ആണ് ഫോർ ദ ടൈം ബീങ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. 1.2 ഡിവൈഡ് ബൈ 0.3 ചെയ്യുമ്പോൾ റേഷ്യോ 4 വരും. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. When the boundary layer on the cylinder becomes turbulent, the drag coefficient is reduced by a factor of about. ഡ്രാഗ് കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഹയർ ഡ്രാഗും ലോവർ ഡ്രാഗും. ഡ്രാഗ് കോഎഫിഷ്യന്റ് സി ഡി ആണ് ഡ്രാഗ് കോഎഫിഷ്യന്റ്. അപ്പൊ ഹൈ ഡ്രാഗില് 1.2, ലോവർ ഡ്രാഗില് 0.3 ആണ് ലാമിനാറിലും ടർബുലന്റിലും. അതിന്റെ റേഷ്യോ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും. അപ്പൊ അവിടെ ഹയർ ഡ്രാഗ് ലാമിനാർ ഡ്രാഗ് ഈസ് ഈക്വൽ ടു 4 times ദ ടർബുലന്റ് ഡ്രാഗ്. ഓക്കെ, അതാണ് ഇവിടെ. അപ്പൊ ഫാക്ടർ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ദ ഡ്രാഗ് കോഎഫിഷ്യന്റ് ഇൻ ദ കേസ് ഓഫ് turbulent boundary layer will be reduced by a factor of 4. So option C is the correct answer. Next question. The universal velocity distribution for turbulent flow in a channel is well represented by, where U star is the frictional velocity given by root of C omega by rho. അതായത് ഫ്ലോ ഇൻ എ ചാനലിനെ ബേസ് ഓപ്പൺ ചാനൽ ഫ്ലോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഫ്ലോ യൂണിവേഴ്സൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോർ ടർബുലന്റ് ഫ്ലോ ഇൻ എ ചാനൽ ഈസ് റെപ്രസെന്റഡ്. ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ടർബുലന്റ് ഫ്ലോയുടെ റെപ്രസെന്റേഷൻ ചാനൽ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ടർബുലന്റ് ഫ്ലോയുടെ റെപ്രസെന്റേഷൻ എന്താണ്? യു സ്റ്റാർ എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ വെലോസിറ്റി ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. In turbulent flow near a wall, velocity distribution follows the logarithmic law or log law of the wall. Using the friction velocity U star, the universal form is U by U star is equal to 1 by K അല്ല, ഇത് വോൺ കാർമാൻ കോൺസ്റ്റന്റ് ആണ്. 1 by kappa into log of y into U star divided by gamma plus D. ഇതിനകത്ത് കാപ്പ എന്ന് പറയുന്നത് വോൺ കാർമൻ കോൺസ്റ്റന്റ് ആണ്. അപ്രോക്സിമേറ്റ്ലി 0.4 ആണ് ഇതിന്റെ വാല്യൂ. സോ 1 by K എടുക്കുമ്പോൾ 2.5 എന്ന് വരും. ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഫോർ സ്മൂത്ത് വാൾസ് ബി വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5. അപ്പൊ ഈ പറയുന്ന കോൺസ്റ്റന്റ്സ് എല്ലാം നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് കിട്ടും. യു ബൈ യു സ്റ്റാർ ഇസ് ഈക്വൽ ടു 2.5 ഇൻറ്റു ലോഗ് ഓഫ് y ഇൻറ്റു യു സ്റ്റാർ ഡിവൈഡഡ് ബൈ ഗാമ പ്ലസ് 5. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആൻസർ? യൂണിവേഴ്സൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ എന്താണ് എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് കുറച്ച് കാണാതെ പഠിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് കൂടുതൽ തിയറി നമുക്ക് പറയാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെയുള്ള ടിപ്പിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഫോർമുലയെല്ലാം നമ്മൾ ഏകദേശം കാണാതെ പഠിച്ചു വെക്കാം. ദാറ്റ് ഈസ് ദ ഓൺലി option. Okay, so option A is the correct answer. Next question. Specific speed of a turbine and pump are symbols have the usual meaning. Okay, usual symbols ഉപയോഗിച്ചുകൊണ്ട് ടർബൈനിന്റെയും പമ്പിന്റെയും സ്പെസിഫിക് സ്പീഡ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്നുള്ള ചോദ്യം. ഹൈഡ്രോളിക് മെഷീൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്പെസിഫിക് സ്പീഡ് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള തിയറി. Specific speed of a pump is the speed at which a similar pump would deliver 1 meter cube per second discharge under 1 meter head. 1 meter headല് 1 meter cube per second ഡിസ്ചാർജ് ഡെലിവറി ചെയ്യുന്ന ഒരു പമ്പിന്റെ എന്താണ് സിമിലർ ആയിട്ടുള്ള പമ്പിന്റെ സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. സ്പെസിഫിക് സ്പീഡ് ഓഫ് എ പമ്പ് is the speed at which a similar pump would deliver 1 meter cube per second discharge under 1 meter head. Specific speed of a turbine is the speed at which a similar turbine would deliver 1 kilowatt power under 1 meter head. ടർബൈൻ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് പവർ ആണ്. അതേസമയം പമ്പ് ആകുമ്പോൾ നമുക്ക് അതിന്റെ ഡിസ്ചാർജ് ആണ്. ഓക്കെ, രണ്ടും ഹെഡ് എല്ലാം രണ്ട് സ്ഥലത്തും 1 മീറ്റർ തന്നെയാണ്. അപ്പൊ ജോമെട്രിക്കൽ സിമിലർ ആയിട്ടുള്ള ഒരു പമ്പിന്റെ സ്പീഡിനെയാണ് നമുക്ക് സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത് അണ്ടർ ദി ഗിവൻ കണ്ടീഷൻസ്.
എന്തിനാണ് നമ്മൾ സ്പെസിഫിക് സ്പീഡ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഹെൽപ്സ് ഇൻ ദ സെലക്ഷൻ ഓഫ് പമ്പ്. സെൻട്രിഫ്യൂഗർ ആണോ, മിക്സഡ് ഫ്ലോ ആണോ, ആക്സിയൽ ഫ്ലോ ആണോ എന്നുള്ള പമ്പ് സെലക്ഷന് വേണ്ടിയാണ് നമ്മൾ സ്പെസിഫിക് സ്പീഡ് ഉപയോഗിക്കുന്നത് പമ്പിന്റെ കേസിൽ. അതേസമയം ടർബൈനിന്റെ കേസിലാണെങ്കിൽ ഫോർ ചൂസിംഗ് ദ ടൈപ്പ് ഓഫ് ടർബൈൻ വെൽട്ടൺ, ഫ്രാൻസിസ് ഓർ കപ്ലാൻ ടർബൈൻ, ഇറ്റ് ഈസ് ആൻ ഇൻഡെക്സ് ഫോർ കമ്പാരിസൺ ആൻഡ് സെലക്ഷൻ. അത് ഹൈഡ്രോളിക് മെഷീൻസ്, അത് പമ്പ് ആണെങ്കിലും ടർബൈൻ ആണെങ്കിലും അതൊരു കമ്പാരിസൺ പാരാമീറ്റർ അല്ലെങ്കിൽ കമ്പാരിസൺ ഇൻഡെക്സ് ആക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഏത് സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്പെസിഫിക് സ്പീഡിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല ഇതാണ്. ഫോർ എ പമ്പ് NS is equal to N√Q divided by H raised to 3/4, where N is the speed in RPM, Q is the discharge, H is the head. Okay, NS is the specific speed. അപ്പൊ ടർബൈനിന്റെ കേസ് ഓർത്ത് വെച്ചോളൂ, Q divided by N√Q divided by H raised to 3/4. രണ്ട് സ്ഥലത്തും H ഉണ്ട് ഡിനോമിനേറ്ററിൽ. പക്ഷെ പമ്പിന്റെ കേസിൽ സിഗ്നിഫിക്കന്റ് ഡിസ്ചാർജിനാണ്, ടർബൈനിന്റെ കേസിൽ സിഗ്നിഫിക്കൻസ് പവറിനാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ടർബൈനിന്റെ കേസിൽ NS is equal to N√P divided by H raised to 5/4. പമ്പില് ഓർത്തോട ഹെഡിന്റെ പവർ 3/4 ആണ്, ടർബൈനിൽ അതേസമയം ഹെഡിന്റെ പവർ 5/4 ആണ്. ഓക്കെ, സോ വിത്ത് ദ യൂഷ്വൽ നൊട്ടേഷൻ we will represent the specific speed of a turbine and a pump respectively by option D is the correct answer, N√P divided by H raised to 5/4 and N√Q divided by H raised to 3/4. Option T is the correct answer. Next question. A laminar boundary layer occurs over a flat plate at zero incidence to the flow. The thickness of boundary layer at a section 1.5 meter from the leading edge is 2 millimeter. The thickness of boundary layer at a section 3 meter from the leading edge. Again, boundary layer thickness name base ചെയ്തുകൊണ്ടുള്ള question ആണ്. Okay, the thickness of the boundary layer at a section 3 meter from the leading edge എന്തായിരിക്കും? അതിന്റെ thickness എന്താണെന്ന് ചോദ്യം നോക്കാം. For the flow over a flat plate at zero incidence, the laminar boundary layer thickness grows with the distance from the leading edge. From Blasius solution, we have delta x is proportional to x by root of Rex, where Rex is the Reynolds number equal to U infinity by x divided by nu. U infinity എന്ന് പറയുന്നത് free stream velocity, x is the distance from leading edge, nu is the kinematic viscosity. നേരത്തെ നമ്മൾ ബൗണ്ടറി ലെയറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ബ്ലേഷ്യസ് സൊല്യൂഷൻ പറഞ്ഞിരുന്നു ലാമിനാർ ബൗണ്ടറി ലെയറിന്റെ കേസിൽ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. x1 is equal to 1.5 മീറ്റർ, തിക്നെസ് 2 mm. 1.5 മീറ്ററിൽ തിക്നെസ്സിൽ എന്താണ് 1.5 മീറ്റർ ഡിസ്റ്റൻസ് ഫ്രം ലീഡിംഗ് എഡ്ജ് 1.5 ആയിട്ടുള്ള കേസിൽ തിക്നെസ് ഡെൽറ്റ 2 ആണ്. അങ്ങനെയാണെങ്കിൽ x2 അതായത് ഡിസ്റ്റൻസ് ഫ്രം ലീഡിംഗ് എഡ്ജ് 3 mm ആണെങ്കിൽ 3 മീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും തിക്നെസ്? ഓക്കെ, സിൻസ് ഡെൽറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് എക്സ്. ഓക്കെ, ഇപ്പൊ എന്തുവരും? ഡെൽറ്റ 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 by x1. ദാറ്റ് ഈസ് ഡെൽറ്റ 2 by 2 ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 3 by 1.5. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു 2.828 millimeter എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ തിക്നെസ്. സോ തന്നിട്ടുള്ളത് ഓപ്ഷൻ സി is the correct answer, 2.828. That is the thickness of boundary layer at a section 3 meter from the leading edge. Next question. The general form of expression for continuity equation in Cartesian coordinate system for unsteady incompressible flow. ഇത് continuity equation ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്: ജനറൽ ഫോം ഓഫ് എക്സ്പ്രഷൻ ഫോർ കണ്ടിന്യൂറ്റി ഇക്വേഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഫോർ അൺസ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ. കണ്ടീഷൻ വന്നിട്ടുള്ള അൺസ്റ്റഡി ആണ്, ഇൻകംപ്രസിബിൾ ആണെന്നുണ്ടെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ചോദ്യം. ആദ്യം കണ്ടിന്യൂറ്റി ഇക്വേഷനെ കുറിച്ച് പറയാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് മാസ് ഇൻ എ ഫ്ലൂയിഡ് ഫ്ലോ. ഒരു ഫ്ലൂയിഡ് ഫ്ലോയില് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. General form of continuity equation for compressible unsteady flow is given by dou rho by dou t plus dou by dou x of rho u plus dou by
dou y of rho v plus dou by dou z of rho w is equal to 0 for compressible unsteady. Unsteady എന്ന് പറഞ്ഞാൽ എന്താ, ടൈമിനനുസരിച്ച് വേരിയേഷൻ വരുന്നു, അങ്ങനെയുള്ള ഒരു ഫ്ലോ പാറ്റേൺ ആയത് അൺസ്റ്റഡി. For incompressible flow the density is constant. നമുക്കറിയാം incompressible flow ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോ മുകളിലത്തെ എക്സ്പ്രഷനില് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും, dou rho by dou t is equal to 0. This reduces to dou u by dou x plus dou v by dou y plus dou w by dou z is equal to 0. So the answer reduces to option A, dou u by dou x plus dou v by dou y plus dou w by dou z is equal to 0. In the 14th question, if a cylindrical boiler drum kept in the horizontal position is full of water, then the time taken to empty it completely depends on. Okay, അതൊരു cylindrical boilerന്റെ question ആണ്. Time of emptying base ചെയ്തിട്ടുള്ള question. Okay, if a cylindrical boiler drum kept in the horizontal position is full of water, then time taken to empty it completely depends on. നോക്കാം. When a vessel drains under gravity through an orifice, the time to empty depends on the geometry of the vessel, Torricelli's law, and the way at water level decreases with time. ഈ മൂന്ന് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിലെ Torricelli's law എന്ന് പറയുന്നത് velocity of flux v is equal to root of 2gh. For a horizontal cylindrical drum, the cross-sectional area exposed to water level changes differently compared to vertical tank. ഒരു വെർട്ടിക്കൽ ഡ്രം ആണോ അതല്ല ഒരു ഹൊറിസോണ്ടൽ ഡ്രം ആണോ എന്നുള്ള അനുസരിച്ചിട്ട് എന്താണ് ക്രോസ് സെക്ഷൻ ഏരിയയുടെ എക്സ്പോഷർ വാട്ടർ ലെവൽ, ക്രോസ് സെക്ഷൻ ഏരിയ എക്സ്പോസ് ടു വാട്ടർ ലെവൽ ചേഞ്ചസ്. ക്രോസ് സെക്ഷൻ ഏരിയ വരുന്ന മാറ്റം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ അനുസരിച്ച് മാറി മാറി വരും. നമുക്ക് ഫിഗറിൽ നോക്കാം. ഇതൊരു ഹൊറിസോണ്ടൽ സിലിണ്ടർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ നിയർ ദ മിഡിൽ അല്ലെ, ഏകദേശം പകുതിയോളം ഇത്രയും പോർഷൻ എന്തുണ്ട്, വാട്ടർ അവൈലബിൾ ആണ്. ഏരിയ ലാർജ്, സ്ലോ എംപ്റ്റിയിങ്. ഓക്കെ, ഇനി നിയർ ദ ബോട്ടം ഏകദേശം കുറഞ്ഞ് താഴെ എത്തുന്ന സമയത്ത് എന്താണ്, എക്സ്പോസ്ഡ് ഏരിയ കുറവാണ്, ഏരിയ സ്മോൾ ആണ്, അങ്ങനത്തെ കേസ് ഫാസ്റ്റ് എംപ്റ്റിയിങ്. ഫോർ എ ഹൊറിസോണ്ടൽ സിലിണ്ടർ ദ ക്രോസ് സെക്ഷൻ ഏരിയ ഡസ് നോട്ട് ചേഞ്ച് പ്രൊപ്പോർഷണൽ ടു ദ ഹൈറ്റ്. വെർട്ടിക്കൽ സിലിണ്ടറിന്റെ കേസ് പോലെ, ഇപ്പൊ വെർട്ടിക്കൽ സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ അറിയാം, ഇങ്ങനെയാണ് വെർട്ടിക്കൽ സിലിണ്ടർ. അപ്പൊ ഇതിനകത്ത് ഇത്രയും പോർഷനിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഹൈറ്റ് കുറഞ്ഞതനുസരിച്ച് എന്താണ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെയാണ് ലീനിയർ ആയിട്ട് തന്നെയാണ് അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ആവുന്നത്. പക്ഷെ ഹൊറിസോണ്ടൽ സിലിണ്ടറിന്റെ കേസിൽ അങ്ങനെയല്ല. ക്രോസ് സെക്ഷൻ ഏരിയ ഡസ് നോട്ട് ചേഞ്ച് പ്രൊപ്പോർഷണാലിറ്റി വിത്ത് ഹൈറ്റ്, ഇൻസ്റ്റെഡ് ഇറ്റ് ചേഞ്ചസ് ഇൻ എ കർവ്ഡ് ഓർ നോൺ ലീനിയർ മാനർ. ലെറ്റ് വോളിയം ഓഫ് ദ സിലിണ്ടർ is equal to pi r square L, where L is the length of the cylinder, flow through the orifice Q is equal to A into root of 2gh. നമ്മള് P is equal to 2gh, Torricelli's equation എന്നാണ് നമ്മള് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതിയത്. where A is the area of the orifice and H is the head. Differential equation for draining minus dv by dt is equal to Q. ഇതാണ് ഒരു empty ചെയ്യാനുള്ള ഒരു റിലേഷന്റെ ഒരു എക്സ്പ്രഷൻ. empty ചെയ്യാൻ വേണ്ടി നമ്മൾ empty ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ആണ് മൈനസ് dv by dt is equal to Q. After integration, the time to empty comes out proportional to r raised to 3/2. ഇത് നമുക്ക് t കണ്ടുപിടിക്കണം. ഓക്കെ, t is proportional to r raised to 3/2. ചോദ്യം ഇതാണ്. in a horizontal cylinder boiler drum kept in horizontal position full of water, time taken to empty it completely depends on r raised to 3/2. നമ്മൾ കണ്ടതാണ് r raised to 3/2. Time for emptying is proportional to r raised to 3/2. Option C is the answer. Next question. The power transmitted through a nozzle is maximum when the head loss due to friction in pipe. Power transmission question ആണ്. നോസിലിന്റെ പവർ ട്രാൻസ്മിഷൻ എപ്പോഴാണ് മാക്സിമം ആയിരിക്കുന്നത്? when the head loss due to friction. അതായത് head loss due to ഫ്രിക്ഷനും അതുപോലെ തന്നെ നോസിലിന്റെ പവർ ട്രാൻസ്മിഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. Power transmitted through a nozzle depends on jet velocity which is affected by head loss due to friction in the pipe. അതായത് നോസിലൂടെ ഉള്ള പവർ ട്രാൻസ്മിഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ജെറ്റ് വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ ജെറ്റ് വെലോസിറ്റി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ദി ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ.
ഫ്രിക്ഷൻ കാരണമുള്ള ഹെഡ് ലോസ്, ആ ഹെഡ് ലോസ് കാരണം വെലോസിറ്റി വേരിയേഷൻ വരും, ജെറ്റ് വെലോസിറ്റി. ആ ജെറ്റ് വെലോസിറ്റിയും പവർ ട്രാൻസ്മിഷൻ ത്രൂ ദ നോസിലും കണക്റ്റഡ് ആണ് എന്നാണ് ഈ പറഞ്ഞതിന് അർത്ഥം. There is an optimum condition where the power transmission is maximum, and if H is the total head supplied, HF is the head loss due to friction, the available head at the nozzle is H1 is equal to H minus HF. Total head minus head loss due to friction ആണ് എന്ത്, head available at the nozzle. നമുക്കറിയാം V is equal to root of 2GH ആണ്, പക്ഷെ ഇവിടെ H നമ്മൾ എന്ത് ചെയ്തു, H minus HF വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ റൂട്ട് ഫുൾ ആയിട്ട് വരുന്നുണ്ട്, root of 2 into G into H ന് പകരം നമ്മൾ H minus HF അവൈലബിൾ എനർജി നോസിൽ കൊടുത്തു. പവർ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, റേറ്റ് ഓഫ് കൈനറ്റിക് എനർജി, നോസിലൂടെയുള്ള കൈനറ്റിക് എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നത്, കൈനറ്റിക് എനർജി ആണ് എന്ത് ചെയ്യുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി ഈസ് ദ പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ നോസിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം P is equal to rho into Q into V square. Okay, that is power transmitted is equal to the rate of change of kinetic energy. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഇറ്റ് ഇംപ്ലൈസ് P proportional to QV square, ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്നുള്ള അസംഷനിൽ നമുക്ക് പറയാം P proportional to QV square. For a nozzle, we can write down the discharge Q is equal to A into velocity, area into velocity, that is P proportional to AV cube. Okay, P is equal to QV square, Q is equal to A into V, so P proportional to AV cube, V square into V cube ആവും. Also we have V is proportional to H minus HF raised to 1/2. ഇപ്പോൾ നമുക്ക് ഓൾറെഡി വെലോസിറ്റി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ എക്സ്പ്രഷനിൽ എന്താണ്, V proportional to root of H minus HF ആണ് അല്ലെ, 2G എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ബാക്കി എന്ത് വരും, H minus HF raised to 1/2 എന്ന് വരും. അതായത് V proportional to H minus HF raised to 1/2. So എന്ത് എഴുതാം, P proportional to H minus HF raised to 3/2. For maximum power transmission through the nozzle, after differentiation of this expression, we will be getting HF is equal to H by 3. HF എന്ന് പറയുന്നത് എന്താ, head loss due to friction. H എന്ന് പറയുന്നത് total head supplied at the inlet of the pipe. അതിന് 1/3 ആയിരിക്കുന്നതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ A is the correct answer. 1/3 of the total head supplied at the inlet of the pipe. Okay, so that is the for maximum power transmission through the nozzle, head loss due to friction is the 1/3 the total head supplied at the inlet of the pipe. Okay, next question. In winter, a house needs 198 megajoule per hour heat requirement. For this purpose, how much amount of heat to be extracted from outside by the heat pump if it is having 8.0 COP? അതായത് ഒരു ഹീറ്റ് പമ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഹീറ്റ് പമ്പിന്റെ കേസിൽ COP തന്നിട്ടുണ്ട്, COP ഓഫ് ഹീറ്റ് പമ്പ് 8 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആക്ച്വലി ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റൂം ഹയർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഹീറ്റ് പമ്പ്. ഓക്കെ, ബേസിക്കലി റെഫ്രിജറേഷൻ സൈക്കിളും അതുപോലെ തന്നെ ഹീറ്റ് പമ്പ് സൈക്കിളും സിമിലർ ആണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് പമ്പിന്റെ കേസിൽ നമ്മൾ വി ആർ ഫോക്കസിങ് ഓൺ ദ ഹയർ ടെമ്പറേച്ചർ സൈഡ്, whereas in the case of a refrigerator we are focusing on the low temperature side. Okay, അപ്പൊ ഇതിനകത്തുള്ള ചോദ്യം എന്ന് പറയുന്നത് എത്ര ഹീറ്റ്, how much amount of heat to be extracted from outside by the heat pump if it is having a 8.0 COP. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഹീറ്റ് മുഴുവൻ വലിച്ചെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് ഹീറ്റ് പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എത്ര ഹീറ്റ് വലിച്ചെടുക്കണം, ആക്ച്വലി റൂമിന്റെ ഹീറ്റ് റിക്വയർമെന്റ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ഔട്ട്സൈഡ് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാമെന്നാണ് ചോദ്യം. നോക്കാം. A heat pump supplies heat to the house by extracting heat from outside and adding work. എപ്പോൾ നമുക്കറിയാം ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് ഒരു വർക്ക് കൺസ്യൂമിങ് ഡിവൈസ് ആണ്. കാരണം നമ്മൾ ഇൻപുട്ട് വർക്ക് കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് പമ്പിങ് നടക്കുകയുള്ളൂ. അതായത് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് COP ആണ്. COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു QH divided by W, where QH is the heat supplied to the house or room, QL is the heat extracted from the outside,
and W is the work input. Appo COP of heat pump is equal to QH by W. Then QH is equal to QL plus W. Higher temperature like നമ്മൾ പമ്പ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചറിന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഹീറ്റ് പ്ലസ് നമ്മൾ കൊടുക്കുന്ന വർക്ക് ഇൻപുട്ട്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. തന്നിട്ടുള്ള ഇതൊക്കെയാണ്. QH എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ബി പമ്പ്ഡ്, അല്ലെങ്കിൽ ആ റൂമിന്റെ അല്ലെങ്കിൽ വീടിന്റെ ഹീറ്റ് റിക്വയർമെന്റ് 198 മെഗാജൂൾ പെർ അവർ തന്നിട്ടുണ്ട്. COP is equal to 8 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് COPന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാം. COP is equal to QH divided by W. തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് COP അതുപോലെ തന്നെ QH എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വർക്ക് റിക്വയർമെന്റ് അല്ലെങ്കിൽ വർക്ക് ഇൻപുട്ട് എത്രയാണെന്ന് കിട്ടും. നമുക്ക് ഇവിടെ കിട്ടുന്നത് 24,750 കിലോ ജൂൾ പെർ അവർ ആണ് നമുക്ക് അതിന്റെ വർക്ക് ഇൻപുട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? The amount of heat that is to be extracted from outside. QL is equal to QH minus W. അല്ലെ? So QL is equal to QH നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചു. QH ആൾറെഡി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ W നമ്മൾ ആൾറെഡി ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അത് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1,73,250 കിലോ ജൂൾ പെർ അവർ എന്ന് കിട്ടും. അതാണ് amount of heat that is to be extracted from outside. അപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഓപ്ഷൻ സി 1,73,250 kilojoule per hour is the correct answer. Next question. The effectiveness of parallel flow heat exchanger is calculated by using the relation. Okay. Parallel flow heat exchanger ne കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ്നെസ് NTU മെത്തേഡിൽ എഫക്റ്റീവ്നെസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഫോർമുല എന്താണെന്നുള്ള ചോദ്യം. A heat exchanger is a device used to transfer heat between two fluids at different temperatures without mixing them. Common applications include boilers, condensers, radiators and air conditioners. Heat exchanger എന്ന് പറയുന്നത് എന്താണ്? Used to transfer heat between two fluids at different temperatures without mixing them. Fluid mixing ഇല്ലാതെ തന്നെ രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിലുള്ള ഫ്ലൂയിഡ് തമ്മിൽ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. കോമൺ ആയിട്ട് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്ന ബോയിലറിൽ, കണ്ടൻസർ, റേഡിയേറ്റർ, എയർ കണ്ടീഷണറിലെല്ലാം നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കാറുണ്ട്. ബേസിക്കലി നമുക്ക് രണ്ട് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്. ഒന്നാമത്തേത് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, രണ്ടാമത്തേത് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. In a parallel flow heat exchanger, both the hot and cold fluids enter at the same end and move in the same direction. Parallel flow heat exchanger ൽ cold fluidum hot fluidum എന്താണ് ഒരേ സൈഡിൽ എൻ്റർ ചെയ്ത് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതേസമയം കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിലാണെങ്കിൽ ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ഫ്രം ഓപ്പോസിറ്റ് എൻഡ് ആൻഡ് ഫ്ലോ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. രണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും എൻ്റർ ചെയ്യുന്നത് ഇവിടെ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ. അതേപോലെ തന്നെയുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇനി ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ എഫക്റ്റീവ്നെസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് is the measure of how efficiently a heat exchanger transfers heat compared to maximum possible heat transfer. മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫറിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര എഫിഷ്യന്റ് ആയിട്ട് ആണ് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും ഇടയ്ക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, പിന്നെയാണ് നമ്മൾ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഇനി മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ വെൻ ദ ഫ്ലൂയിഡ് വിത്ത് മിനിമം ഹീറ്റ് കപ്പാസിറ്റി റേറ്റ് അണ്ടർഗോസ് ദ മാക്സിമം ടെമ്പറേച്ചർ റേഞ്ച് ചേഞ്ച്. മിനിമം ഹീറ്റ് കപ്പാസിറ്റി റേറ്റ് ഉള്ള ഫ്ലൂയിഡ് മാക്സിമം ടെമ്പറേച്ചർ ചേഞ്ച് അണ്ടർഗോ ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ്നെസ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. Effectiveness epsilon is equal to actual heat transfer divided by maximum possible heat transfer. അപ്പൊ കണ്ടീഷൻ ഫോർ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കോൾഡ് ഫ്ലൂയിഡിന്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹോട്ട് ഫ്ലൂയിഡിന്റെ ഇൻലെറ്റ് ടെമ്പറേച്ചറിന് ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹോട്ട് ഫ്ലൂയിഡിന്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൾഡ് ഫ്ലൂയിഡിന്റെ ഇൻലെറ്റ് ടെമ്പറേച്ചറും സെയിം ആവണം. ഇത് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് NTU മെത്തേഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഇൻ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്
when outlet temperatures are not known. Outlet temperatures അറിയാത്ത ഒരു കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് NTU മെത്തേഡ്. It relates the heat transfer performance using two key parameters, NTU and effectiveness. NTU or number of transfer units represents the size or heat transfer capability of the heat exchanger. അതായത് NTU അല്ലെങ്കിൽ number of heat transfer unit എന്ന് പറയുന്നത് represents the size of the heat exchanger or heat transfer capability. So NTU is defined as equal to UA by C minimum, where U is the overall heat transfer coefficient, A is the heat transfer area, C minimum is the minimum heat capacity rate. Okay, ഇതൊക്കെയാണ് നമുക്ക് NTU മെത്തേഡിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. Higher the NTU, larger area or high heat transfer, that leads to better performance, where low NTU it results in poor heat transfer. അപ്പോൾ ഹയർ NTU ആണെങ്കിലും ലോ NTU ആണെങ്കിലും ഹീറ്റ് ട്രാൻസ്ഫറിന്റെ പെർഫോമൻസ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഹയർ NTU ആണെങ്കിൽ നമുക്ക് it will be resulting in better performance, whereas low NTU is resulting in poor heat transfer performance. Effectiveness depends on NTU, capacity ratio and flow arrangement. അതായത് ബാരൽ ഫ്ലോ ആണോ കൗണ്ടർ ഫ്ലോ ആണോ എന്നുള്ള അറേഞ്ച്മെന്റ്, അതുപോലെ NTU, അതുപോലെ കപ്പാസിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ മിനിമം ഹീറ്റ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ മാക്സിമം ഹീറ്റ് കപ്പാസിറ്റി. ഇനി പാരലൽ ഫ്ലോയിലും കൗണ്ടർ ഫ്ലോയിലും നമുക്ക് എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് NTU we have the expression for effectiveness equal to 1 minus of e raised to minus NTU into 1 plus C whole divided by 1 plus C is the expression for effectiveness for parallel flow heat exchanger. And for a counter flow heat exchanger, epsilon or the effectiveness equal to 1 minus e raised to minus NTU into 1 minus C divided by 1 minus C into e raised to minus NTU into 1 minus C. As NTU increases, it will be resulting in an increase of the effectiveness or epsilon. നമുക്ക് ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് effectiveness of a parallel flow heat exchanger in NTU method. ഓക്കെ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് കാണാതെ പഠിക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ബേസ് ചെയ്തിട്ടുള്ള തിയറി നമ്മൾ പറഞ്ഞു, എങ്കിലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറുണ്ട്. ഫോർമുല ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫോർമുല നമുക്ക് കാണാതെ പഠിക്കാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 4 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ഈസ് നത്തിങ് ബട്ട് കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിൾ. Efficiencies of all reversible heat engines operating in the same two reservoirs are same. Carnot efficiency approaches unity when low temperature reservoir goes more than the high temperature reservoir. Work is more valuable form of energy than heat. എപ്പോഴും നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഓരോരോ ഓപ്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ കറക്റ്റ്നെസ് അല്ലെങ്കിൽ ഇൻകറക്റ്റ്നെസ് നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കാം. ഓപ്ഷൻ 1 ബോൾഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് തന്നിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഓപ്ഷനാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അതല്ല ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ കാർനോട്ട് തിയറം അതുപോലെ തന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ്. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് കാർനോട്ട് തിയറം. So option 1 പറഞ്ഞിട്ടുള്ളത് reversed Carnot cycle is nothing but Carnot refrigeration cycle. Reverse Carnot cycle Carnot refrigeration cycle ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. A Carnot heat engine operating in reverse becomes a refrigerator or heat pump. ഒരു Carnot heat engine റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു റെഫ്രിജറേറ്റർ സൈക്കിളോ അല്ലെങ്കിലോ ഒരു ഹീറ്റ് പമ്പ് സൈക്കിളോ ആയിരിക്കും. അപ്പോൾ absorbs heat from a low temperature reservoir, rejects heat to high temperature reservoir and hence reversed Carnot cycle is the ideal refrigeration cycle. അല്ലെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. Then option 2 ഇതാണ്, efficiencies of all reversible heat engines operating between same two reservoirs are same. അപ്പോൾ നമ്മൾ നോക്കാം.
From Carnot theorem, no engine can be more efficient than a reversible engine. Okay, Carnot theorem പറയുന്ന ഇതാണ്, റിവേഴ്സിബിൾ എഞ്ചിനേക്കാൾ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനും പോസിബിൾ അല്ല. And all reversible engines operating between given temperature source and given temperature sink have identical efficiency. അല്ലെ, കാർനോട്ട് തിയറത്തിന്റെ കൊറോളറീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാർനോട്ട് തിയറവും പഠിച്ചിട്ടുണ്ട്. പറയുന്നത് ഒരേ ടെമ്പറേച്ചർ ലെവലിൽ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന എല്ലാ റിവേഴ്സിബിൾ എഞ്ചിൻസിന്റെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും. അതും ട്രൂ ആണ്. Efficiency depends only on temperatures, not on working fluid. So the given statement is correct. നമുക്കറിയാം കാർനോട്ട് എഫിഷ്യൻസിയിലെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചേഴ്സ്, നോട്ട് ദ വർക്കിംഗ് ഫ്ലൂയിഡ്. സോ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ 3, Carnot efficiency approaches unity when the low temperature reservoir goes more than high temperature reservoir. Carnot efficiency കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. Carnot efficiency ഫോർമുല നോക്കാം. Efficiency is equal to 1 minus TL divided by TH. TL എന്ന് പറയുന്നത് low temperature reservoir, TH എന്ന് പറയുന്നത് high temperature reservoir. If TL greater than TH, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അല്ലെ, ഓപ്ഷനിൽ when the low temperature reservoir goes more than high temperature എന്ന് പറഞ്ഞാൽ TL greater than TH ആണ് എന്നുണ്ടെങ്കിൽ എന്താവും? എഫിഷ്യൻസി ബിക്കംസ് നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് എഫിഷ്യൻസി പോസിബിൾ ആണോ? അല്ല. സോ ആ ഓപ്ഷൻ പോസിബിൾ അല്ല. ഇനി ഫോർ എഫിഷ്യൻസി അപ്രോച്ചിങ് 1, അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, കാർനോട്ട് എഫിഷ്യൻസി അപ്രോച്ചസ് യൂണിറ്റി. അപ്പൊ എഫിഷ്യൻസി 1 ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പൊ എഫിഷ്യൻസി അപ്രോച്ചിങ് 1, TL ഷുഡ് ബി അപ്രോച്ചിങ് 0 കെൽവിൻ അല്ലെ. TL ലോ ടെമ്പറേച്ചർ റിസർവോയർ 0 കെൽവിനിലേക്ക് അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് 0 ആയിട്ട് പോകുള്ളൂ. ആ കേസിൽ അപ്രോക്സിമേറ്റ്ലി എഫിഷ്യൻസി വിൽ ബി 1. അപ്പോ TL 0 കെൽവിൻ എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് സീറോയിലേക്ക് എന്ത് ചെയ്യണം? പോകണം. അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് പ്രാക്ടിക്കലി എന്തല്ല, പോസിബിൾ അല്ല എന്ന് മാത്രമല്ല, എന്താണ്, TL ക്യാൻ നെവർ ബി അപ്രോച്ച് ടു 0 കെൽവിൻ. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്താലും രണ്ടും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ തന്നിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സോ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഓക്കെ, ഓപ്ഷൻ 3 റോങ് ആണ്. ഇനി ഓപ്ഷൻ 4th ഓപ്ഷൻ കൂടെ നോക്കാം. വർക്ക് ഈസ് മോർ വാല്യുബിൾ ഫോം ഓഫ് എനർജി ദാൻ ഹീറ്റ്. ഹീറ്റിനെക്കാട്ട് ഒരു വാല്യുബിൾ ഫോം വർക്ക് ആണെന്നാണ് പറയുന്നത്. വർക്ക് ക്യാൻ ബി ഫുള്ളി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്. ശരിയാണ്, 100% നമുക്ക് വർക്കിനെ ഹീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും അല്ലെ, ഈ ഡിസിപ്പേഷൻ ഒക്കെ ആയിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ ഹീറ്റ് നമുക്ക് മുഴുവനായിട്ട് നമ്മൾ കൊടുക്കുന്ന 10 കിലോ ജൂൾ ഹീറ്റ് നമ്മൾ ഹീറ്റ് എഞ്ചിനിലേക്ക് കൊടുത്തു എങ്കിൽ നമുക്ക് ഒരിക്കലും 10 കിലോ ജൂൾ വർക്ക് കിട്ടില്ല. കാരണം ഫ്രിക്ഷൻ എഫക്ട്, അതുപോലെ അൺഅക്കൗണ്ടഡ് ലോസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇതെല്ലാം അക്കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് depends on the efficiency of the engine, maximum we can get some 6 kilojoule or 7 kilojoule, not more than that. അപ്പോ ഹീറ്റിനെ മുഴുവനായിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു ലിമിറ്റേഷൻസ് തന്നെയാണ്. ഓക്കെ, hence work is considered as a high grade energy. So the given statement is correct. Okay, so work is more valuable എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വർക്കിനെ മുഴുവനായിട്ട് ഹീറ്റായിട്ട് മാറ്റാൻ പറ്റും. അപ്പോ ഹൈ ഗ്രേഡ് ടു ലോ ഗ്രേഡ് ഫുള്ളി പോസിബിൾ ആണ്. പക്ഷേ ലോ ഗ്രേഡ് എനർജി ഏതാ? ഹീറ്റ് ആണ്. ഹീറ്റിനെ മുഴുവനായിട്ട് വർക്കായിട്ട് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ നമ്മളിവിടെ പറഞ്ഞു ഓപ്ഷൻ 1 കറക്റ്റ് ആണ്, അതുപോലെ തന്നെ ഓപ്ഷൻ 4ഉം കറക്റ്റ് ആണ്. ഓക്കെ, സോ വർക്ക് ഈസ് ഇവിടെ തന്നിട്ടുള്ള ഐഡന്റിഫൈ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, ഓപ്ഷൻ 3 റോങ് ആണ്. സോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, ഓപ്ഷൻ 3. അപ്പൊ തന്നിട്ടുള്ളതിൽ റോങ് ഏതാണെന്നുള്ള ചോദ്യം. അപ്പൊ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. കാർനോട്ട് എഫിഷ്യൻസി അപ്രോച്ചസ് യൂണിറ്റി നമ്മൾ 2 കണ്ടീഷൻ അനലൈസ് ചെയ്തു. ഓപ്ഷൻ റോങ് ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്താണ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, റോങ് സ്റ്റേറ്റ്മെന്റ് അല്ല. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാം. റോങ് ആണോ അതല്ല കറക്റ്റ് ആണോ ചോദിച്ചുള്ളത് നോക്കാം. നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ
ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കും, റോങ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടാവും, നമ്മൾ റോങ് ആയിട്ടുള്ള ഓപ്റ്റ് ചെയ്യും. അങ്ങനെയൊന്നും ഒരിക്കലും കൺഫ്യൂഷൻ വരരുത്, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The heat transfer coefficient for free convection in gases, forced convection in gases and vapors, and for boiling water lie respectively in the ranges of. ഇത് ഹീറ്റ് ട്രാൻസ്ഫറിനെ ബേസ് ചെയ്തിട്ടുള്ള, ബോയിലിംഗ് ഹീറ്റ് ട്രാൻസ്ഫറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റിന്റെ അപ്രോക്സിമേറ്റ് റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള വാല്യൂസ് റേഞ്ചസ് എല്ലാം ചോദിക്കുന്ന സമയത്ത് നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു റേഞ്ച് മാത്രമേ സ്പെസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിലെല്ലാം നമുക്ക് അതിനെ ബൈഹാർട്ട് ചെയ്യാന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം അതിനകത്ത് കൂടുതൽ തിയറി പഠിച്ചാലും ഈ പറയുന്ന വാല്യൂസ് എല്ലാം നമ്മൾ കാണാതെ പഠിക്കേണ്ടി തന്നെ വരും. The heat transfer coefficient H depends strongly on the mode of heat transfer. Okay, as we move from free convection to forced convection and then to boiling heat transfer, the value of H increases significantly. Free convection നിന്ന് ഫോഴ്സ്ഡ് കൺവെക്ഷനിലേക്കും അവിടെ നിന്ന് ബോയിലിംഗ് ഹീറ്റ് ട്രാൻസ്ഫറിലേക്കും പോകുന്നത് വഴി ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റിന്റെ വാല്യൂ സിഗ്നിഫിക്കന്റ് ആയിട്ട് കൂടുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഏകദേശം റേഞ്ച് എത്രയാണെന്നുള്ളതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഫ്രീ കൺവെക്ഷൻ ഇൻ ഗ്യാസസ് where weak fluid motion due to buoyancy. H varies between 5 to 15 watt per meter square Kelvin. For forced convection in gases and vapors, fluid motion caused by external means. നമുക്കറിയാം ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ഫാന്, ബ്ലോവർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലൂയിഡ് മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ അവിടെ ഈ ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ഇൻ ദ റേഞ്ച് ബിറ്റ്വീൻ 20 and 200. ഇനി മൂന്നാമത്തെ കാറ്റഗറി ബോയിലിംഗ് വാട്ടർ. ബോയിലിംഗ് ട്രാൻസ്ഫറിൽ ഫേസ് ചേഞ്ച് എൻഹാൻസസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ വേർ ദ വാല്യൂ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഇൻ ദ റേഞ്ച് ഓഫ് 3000 to 50,000 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. ഈ മൂന്ന് കേസിലും റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. 5 to 15, 20 to 200, 3000 to 50,000 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. വാല്യൂസ് എല്ലാം കൃത്യമായിട്ട് ഓർത്ത് ചെയ്ത് കാണാതെ പഠിച്ചു വെക്കുക, ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. Next question. A thin plate 2 meter long and 1 meter width is placed in an air stream with density is equal to 1 kilogram per meter cube and viscosity is equal to 0.85 × 5 Pascal second, moving with a velocity of 1 meter per second. What will be the type of flow over the plate? വീണ്ടും ഫ്ലോ ഓവർ ദ ഫ്ലാറ്റ് പ്ലേറ്റിന്റെ ചോദ്യമാണ്. ലാമിനാർ ടർബുലന്റ് ഫ്ലോ അങ്ങനെയുള്ള അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നേരത്തെ അറിയാം ലാമിനാർ ഫ്ലോന്റെ റേഞ്ച് എന്താണ്, അതുപോലെ ടർബുലന്റ് ഫ്ലോന്റെ റേഞ്ച് എന്താണെന്നുള്ളത് നമ്മൾ ഇതേ ഡിസ്കഷനിൽ കുറച്ച് മുന്നേ കണ്ടതാണ്. ലാമിനാർ ഫ്ലോ RE റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 5 × 10⁵ ആണെങ്കിൽ ലാമിനാർ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 5 × 10⁵ ആണെങ്കിൽ ടർബുലന്റ് ആയിരിക്കും. ട്രാൻസിഷൻ ഒക്കേഴ്സ് അപ്രോക്സിമേറ്റ്ലി അറ്റ് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ ഓഫ് 5 × 10⁵. റെയ്നോൾഡ്സ് നമ്പർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള REx ഈസ് ഈക്വൽ ടു ρVx ഡിവൈഡഡ് ബൈ മ്യൂ. തന്നിട്ടുള്ള ഡാറ്റ ഇതൊക്കെയാണ്. ഡെൻസിറ്റി 1 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ്, മ്യൂ എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി 0.85 × 10⁻⁵ പാസ്കൽ സെക്കൻഡ്. ഇനി നമ്മൾ ട്രാൻസിഷൻ ലെങ്ത് കണ്ടുപിടിക്കണം അല്ലെ. നമ്മൾ ലാമിനാർ ടു ടർബുലന്റ് ട്രാൻസിഷൻ എവിടെയാണ്, ഡിസ്റ്റൻസ് ഫ്രം ലീഡിംഗ് എഡ്ജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡെൻസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡൈനാമിക് വിസ്കോസിറ്റിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 4.25 മീറ്റർ എന്ന് കിട്ടും. ഇവിടെ പ്ലേറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ആകെ 2 മീറ്റർ ഉള്ളൂ. ട്രാൻസിഷൻ ലെങ്ത് 4.25 മീറ്ററിലാണ് ട്രാൻസിഷൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ സിൻസ് ദ ട്രാൻസിഷൻ ഒക്കേഴ്സ് ആഫ്റ്റർ ദ പ്ലേറ്റ് എൻഡ്സ് ദ എൻറ്റയർ പ്ലേറ്റ് ലൈസ് ഇൻ ലാമിനാർ റീജിയൻ. അതായത് 2 മീറ്ററിൽ മുഴുവനായിട്ട് ലാമിനാർ ആണ്. കാരണം ട്രാൻസിഷൻ നടക്കണമെങ്കിൽ, ടർബുലന്റിലേക്ക് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ മിനിമം 4.25 മീറ്റർ എങ്കിലും എത്തണം. പക്ഷെ നമുക്ക് ആകെ പ്ലേറ്റ് ലെങ്ത് ഇവിടെ 2 മീറ്റർ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഡാറ്റ വെച്ചുകൊണ്ട് എന്താണ്, എൻറ്റയർ പ്ലേറ്റ് ലൈസ് ഇൻ ദ ലാമിനാർ റീജിയൻ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ലാമിനാർ ഫ്ലോ ഓവർ ദി പ്ലേറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പൈപ്പ് carrying steam runs in a large room and is exposed to surrounding air at a temperature of 27 degrees Celsius. The pipe surface is subjected to 327 degrees Celsius
Find the loss of heat to surroundings due to thermal radiation. Heat transfer, thermal radiation heat transfer heat loss കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. MCQ വന്നിട്ടുണ്ട് 0.5. നമുക്ക് നോക്കാം. So thermal radiation എന്ന് പറയുന്നത് is a mode of heat transfer in which energy is emitted by a body in the form of electromagnetic waves due to its temperature. അതായത് ഒരു ബോഡിയിൽ നിന്ന് അതിന്റെ ടെമ്പറേച്ചർ കാരണം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഫോമിൽ എനർജി റേഡിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ഓർ ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ വാക്വം. പ്രത്യേകിച്ച് മീഡിയത്തിന്റെ ആവശ്യമൊന്നുമില്ല. All bodies have absolute zero. All bodies above absolute zero emit radiation. Absolute zero ടെമ്പറേച്ചറിന് മുകളിലുള്ള ഏതൊരു ബോഡിയും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. അതില് റേഡിയേഷനെ ഗവേൺ ചെയ്യുന്ന ഡിഫറെന്റ് ലോസിൽ ഒന്നാണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ, which states that the total radiation heat transfer from a surface is given by Q is equal to epsilon sigma Ts raised to 4 minus T infinity raised to 4, where epsilon is the emissivity, Q is the heat loss per unit area in watt per meter square, and sigma is the Stefan-Boltzmann constant. Okay, ഇതാണ് ഇക്വേഷൻ. സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോയുടെ ഇക്വേഷൻ ഇതാണ്. Ts is the surface temperature, T infinity is the surrounding temperature. Higher temperature difference results in much higher radiation heat loss. Ts minus T infinity. Higher the temperature difference, the higher is the heat loss due to radiation. A black body with emissivity value of 1 emits maximum radiation. നമുക്കറിയാം ബ്ലാക്ക് ബോഡി ആണ് മാക്സിമം റേഡിയേഷൻ എനർജി എന്ത് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത്. എമിസിവിറ്റി, ബ്ലാക്ക് ബോഡിയുടെ എംസിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. എംസിവിറ്റി ഇസ് ദ റേഷ്യോ ഓഫ് എംസി പവർ ഓഫ് എ ബോഡി ടു എംസി പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി. അപ്പൊ ബ്ലാക്ക് ബോഡിയുടെ കേസിൽ എംസിവിറ്റി എടുത്തു കഴിഞ്ഞാൽ എംസി പവർ ഓഫ് ബ്ലാക്ക് ബോഡി ഡിവൈഡ് ബൈ എംസി പവർ ഓഫ് ബ്ലാക്ക് ബോഡി. സോ എമിസിവിറ്റി വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ മാക്സിമം റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണിത്, ബ്ലാക്ക് ബോഡി. അപ്പൊ തന്നിട്ടുള്ളത് പ്രോബ്ലത്തില് Ts സർഫസ് ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് 327. അതിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 600 കെൽവിനിന് കിട്ടും. അതുപോലെ തന്നെ ആംബിയന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് 27. അതിനായിട്ട് കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 300 കെൽവിനിന് കിട്ടും. ഈ രണ്ട് വാല്യൂസ് നമ്മുടെ സ്റ്റീഫൻ ബോൾട്സ്മാൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 5.67 into 10⁻⁸ എന്ന് പറയുന്നത് സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്സിന്റെ വാല്യൂസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഒരിക്കലും കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒന്നും ക്വസ്റ്റ്യനിൽ തരില്ല. സോ ഓർത്തിരിക്കുക, the value of Stefan Boltzmann constant is 5.67 into 10⁻⁸ watt per meter square Kelvin raised to 4. It is very very important. Okay, you have to remember. അപ്പൊ ഈ പറയുന്ന വാല്യൂസ് എല്ലാം സ്റ്റീഫൻ ബോൾട്സ്മാൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് heat transfer per unit area approximately 3.44 kilowatt per meter square എന്ന് കിട്ടും. Okay, so option B is the correct answer. 3.44 kilowatt per meter square ആണ് heat loss due to thermal radiation. Okay, next question. The Nusselt number for fully developed laminar flow in a tube under constant heat flux is equal to. അതായത് ഫുള്ളി ഡെവലപ്ഡ് ലാമിനാർ ഫ്ലോയില് കോൺസ്റ്റന്റ് ഫ്രീസ് ഹീറ്റ് ഫ്ലക്സ് കണ്ടീഷൻ ആണെങ്കിൽ നസൽറ്റ് നമ്പറിന്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. ദ നസൽറ്റ് നമ്പർ റെപ്രസെന്റ്സ് ദ റേഷ്യോ ഓഫ് കൺവെക്റ്റീവ് ടു കണ്ടക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ. കൺവെക്റ്റീവ് ടു കണ്ടക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ റേഷ്യോ ആണ് നസൽറ്റ് നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ ഇന്റേണൽ ഫ്ലോ ഇൻ ട്യൂബ്സ് Nusselt number depends on flow regime and a boundary condition. ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ട്സ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. കീ റിസൾട്ട്സ് ഫോർ ഫുള്ളി ഡെവലപ്ഡ് ലാമിനാർ ഫ്ലോ ഇൻ എ സർക്കുലർ ട്യൂബ് അണ്ടർ കോൺസ്റ്റന്റ് ബോൾ ടെമ്പറേച്ചർ കണ്ടീഷൻ ദ Nusselt നമ്പർ വാല്യൂ ഈസ് 3.66, സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അതേസമയം ഫോർ കോൺസ്റ്റന്റ് ഹീറ്റ് ഫ്ലക്സ് കണ്ടീഷൻ the value of Nusselt number is 4.36. ഈ രണ്ട് വാല്യൂ നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. For constant wall temperature, the value of Nusselt number is 3.66, and constant heat flux condition, the value of Nusselt number is 4.36.
നമ്മുടെ ചോദ്യം കോൺസ്റ്റന്റ് ഹീറ്റ് ഫ്ലക്സിൽ എന്താണ് നസൽട്ട് നമ്പറിന്റെ വാല്യൂ എന്താണ് തന്നിട്ടുള്ളത്. അപ്പോ എന്തായാലും 3.66 ആണ് ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത്. അതല്ല, കാരണം 3.66 വരുന്നത് കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ കേസിലാണ്. ഇനി 4.36 എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് വാല്യൂ അവിടെ ഇല്ല. അതിന് പകരം 48/11 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ 48/11 നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 4.3 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. സോ ആൻസർ ഈസ് സി. അതായത് നമുക്ക് 4.36 ആണ് നസൽട്ട് നമ്പറിന്റെ വാല്യൂ ഫോർ കോൺസ്റ്റന്റ് ഹീറ്റ് ഫ്ലക്സ്. നമ്മൾ ആ ഫ്രാക്ഷൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ബാക്കിയൊന്നും നമുക്ക് അവിടെ ഫീസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ല. സോ ഓപ്ഷൻ സി 48/11 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി 23ാമത്തെ ചോദ്യം, ദ ക്ലോഷ്യസ്-ക്ലേപ്പറോൺ ഇക്വേഷൻ തെർമോഡൈനാമിക്സിൽ വരുന്നതാണ്. ക്ലോഷ്യസ്-ക്ലേപ്പറോൺ ഇക്വേഷൻ താഴെ തന്നിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതിനുള്ള കുറെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇക്വേഷൻസോ അല്ലെങ്കിൽ ഫോർമുല ഒക്കെ ചോദിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂമറിക്കൽ വാല്യൂസ് എല്ലാം ചിലതെല്ലാം നമ്മൾ കാണാതെ പഠിക്കണം. ഓക്കെ, ദ ക്ലോഷ്യസ്-ക്ലേപ്പറോൺ ഇക്വേഷൻ റിലേറ്റ്സ് ദ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ വിത്ത് ടെമ്പറേച്ചർ ഡ്യൂറിംഗ് ഫേസ് ചേഞ്ച്. ഓക്കെ, ക്ലോഷ്യസ്-ക്ലേപ്പറോൺ ഇക്വേഷൻ റിലേറ്റ്സ് ദ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ വിത്ത് ടെമ്പറേച്ചർ ഡ്യൂറിംഗ് ഫേസ് ചേഞ്ച്. ഫേസ് ചേഞ്ചിന് ഇടയ്ക്ക് ടെമ്പറേച്ചർ അനുസരിച്ച് എങ്ങനെ വേപ്പർ പ്രഷർ മാറുന്നു എന്നുള്ളതിനുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നമുക്ക് ക്ലോഷ്യസ്-ക്ലേപ്പറോൺ ഇക്വേഷൻ എന്ന് കിട്ടുന്നത്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് അസ്യൂമിങ് ലേറ്റന്റ് ഹീറ്റ് കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് അസംഷനിലാണ് അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആ ക്ലോഷ്യസ് ഇക്വേഷൻ എന്താണെന്ന് മാത്രം നോക്കാം. വൈഡ്ലി യൂസ്ഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് ആൻഡ് വേപ്പർ പ്രഷർ. ബോയിലിംഗ് പോയിന്റും വേപ്പർ പ്രഷറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത്, ക്ലോഷ്യസ്-ക്ലേപ്പറോൺ ഇക്വേഷൻ. ഇക്വേഷൻ ഇതാണ്: log of P1/T2 is equal to delta H vapor divided by R into 1/T2 minus 1/T1. delta H vaporization എന്ന് പറയുന്നത് എന്താൽപി ഡ്രോപ്പ് ഡ്യൂ ടു വേപ്പറൈസേഷൻ. P1 P2 പ്രഷേഴ്സ്, R എന്ന് പറയുന്നത് എന്താണ്, ഗ്യാസ് കോൺസ്റ്റന്റ്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതെല്ലാം സിമ്പിൾ ഇക്വേഷൻ ആണ്, നമ്മൾ കാണാതെ പഠിക്കേ വേണ്ടു. ഓക്കെ, next question, identify the correct statement with regard to Otto cycle. Otto cycle-നെ ബേസ് ചെയ്തുകൊണ്ട് താഴെ തന്നിട്ടുള്ളത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓരോരോ ഓപ്ഷൻസ് നേരത്തെ പോലെ ഓരോ ഓപ്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് അത് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ നോക്കാം. അതായിട്ട് Otto cycle is the ideal cycle for spark ignition or SI engines or petrol engines. The efficiency depends mainly on compression ratio R and ratio of specific heat gamma. നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1-1/R⁻⁴ നമ്മൾ ഐസി എഞ്ചിൻസിലെല്ലാം നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണിത്. ഓക്കെ, ഇനി ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. ഓപ്ഷൻ വൺ ഇതാണ് പറയുന്നത്: ഇറ്റ്സ് എഫിഷ്യൻസി can be improved by using a working fluid of higher value of ratio of specific heat. അതായത് കൂടുതൽ ഹയർ വാല്യൂ ഉള്ള ഗാമ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. whenever gamma increases, gamma എന്ന് പറയുമ്പോൾ ratio of specific heat increases, the gas converts the heat into work more effectively, resulting in an increased efficiency. So the given statement is correct. അതായത് ഗാമ കൂടുന്തോറും എന്താണ്, ആ ഗ്യാസ് ഹീറ്റിനെ ഇഫക്റ്റീവ് ആയിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് അത് കൺവേർഷൻ നടക്കുന്നു, അതുകൊണ്ട് എഫിഷ്യൻസി കൂടും ഓട്ടോമാറ്റിക് ആയിട്ട്. സോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ഓപ്ഷൻ 2 എന്ന് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് നോട്ട് എ റിവേഴ്സിബിൾ സൈക്കിൾ. റിവേഴ്സിബിൾ സൈക്കിൾ അല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഐഡിയൽ ഓട്ടോ സൈക്കിൾ ഈസ് ഓൺലി റിവേഴ്സിബിൾ. ഐഡിയൽ ഓട്ടോ സൈക്കിൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അത് റിവേഴ്സിബിൾ ആണ്. പക്ഷെ ഒരു ഓട്ടോ സൈക്കിൾ എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് റിയൽ സൈക്കിളും നമുക്ക് റിയൽ സൈക്കിൾ ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ഓട്ടോ സൈക്കിൾ ഇൻ റിയൽ കേസ് ഈസ് നോട്ട് റിവേഴ്സിബിൾ ഡ്യൂ ടു ഇറിവേഴ്സിബിലിറ്റീസ് ലൈക്ക് ഫ്രിക്ഷൻ, മെക്കാനിക്കൽ ലോസസ് എക്സെട്ര. അതുകൊണ്ട് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതായത് ഓട്ടോ സൈക്കിൾ ഇറ്റ് ഈസ് നോട്ട് എ റിവേഴ്സിബിൾ സൈക്കിൾ എന്ന് പറയുന്നു. അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് റിയൽ സൈക്കിൾ ആണ്. റിയൽ സൈക്കിൾ ഒരിക്കലും എന്തല്ല, റിവേഴ്സിബിൾ അല്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ വന്നിട്ടുള്ളത് പ്രാക്ടിക്കൽ വേ ഓഫ് ഇൻക്രീസിംഗ് ഇറ്റ്സ് എഫിഷ്യൻസി ഈസ് ടു ഇൻക്രീസ് ദ കംപ്രഷൻ റേഷ്യോ.
Increasing the compression ratio raises the temperature and pressure before combustion, leading to greater expansion work. This improves the conversion of heat into work, thus increasing the efficiency. അതായത് എഫിഷ്യൻസി കൂട്ടാനുള്ള ഒരു പ്രാക്ടിക്കൽ വഴി എന്ന് പറയുന്നത് ഇൻക്രീസിങ് കംപ്രഷൻ റേഷ്യോ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ജസ്റ്റിഫിക്കേഷൻ പ്രകാരം തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓപ്ഷൻ 3 ഈസ് ഓൾസോ കറക്റ്റ്. ചോദ്യം എന്താണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു ഓട്ടോ സൈക്കിൾ എന്നാണ്. ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്, രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റ് ആണ്, മൂന്നാമത്തെ ഓപ്ഷനും കറക്റ്റ് ആണ്. ഈ നാലാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. Carbureted gasoline engines working on Otto cycle can work with compression ratios more than 12. Compression ratio ന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Petrol engines use spark ignition and are prone to knocking or auto ignition at high compression ratios. Typically, the compression ratio is limited to about 6 to 10 and for up to a maximum of 12. Petrol engine കേസ് ആണ്. കംപ്രഷൻ റേഷ്യോ 6 തൊട്ട് 10 വരെ ആവാം, മാക്സിമം 12 ആണ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. ബിയോണ്ട് ദിസ് അൺകൺട്രോൾഡ് കമ്പഷൻ ഒക്കേഴ്സ് ലീഡിംഗ് ടു ദ എഞ്ചിൻ ഡാമേജ്. സോ സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. അതായത് പറഞ്ഞിട്ടുള്ളത് കാർബറേറ്റഡ് എഞ്ചിൻസ് വർക്കിംഗ് ഓൺ ഓട്ടോ സൈക്കിൾ ക്യാൻ വർക്ക് വിത്ത് കംപ്രഷൻ റേഷ്യോസ് മോർ ദാൻ 12. ഓട്ടോ സൈക്കിൾ വർക്ക് ചെയ്യുന്ന ഗ്യാസോലിൻ എഞ്ചിൻസിന് 12ൽ കൂടുതൽ കംപ്രഷൻ റേഷ്യോ വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ശ്രദ്ധിക്കുക, 12 എന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂ ആണ്. 12 കൂടുതൽ ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. മാക്സിമം 12. 12 കൂടുതൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എഞ്ചിൻ ഡാമേജിലേക്ക് കൊണ്ട് എത്തിക്കും. സോ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. അപ്പൊ തന്നിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ 1 കറക്റ്റ് ആണ്, 2 കറക്റ്റ് ആണ്, 3യും കറക്റ്റ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. 1, 2 and 3 ആർ കറക്റ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ സ്റ്റീം ടർബൈൻസ് ദ റേഷ്യോ ഓഫ് എൻതാൽപി ഡ്രോപ്പ് ഇൻ ദ മൂവിംഗ് ബ്ലേഡ് ടു ദ സം ഓഫ് ദ എൻതാൽപി ഡ്രോപ്പ് ഇൻ ദ മൂവിംഗ് ആൻഡ് ഫിക്സഡ് ബ്ലേഡ്സ് ഈസ് കോൾഡ്. സ്റ്റീം ടർബൈനെ കുറിച്ചുള്ള ചോദ്യമാണ്. റേഷ്യോ ഓഫ് എൻതാൽപി ഡ്രോപ്പ്, മൂവിംഗ് ബ്ലേഡിലും ഫിക്സഡ് ബ്ലേഡിലും തമ്മിലുള്ള എൻതാൽപി ഡ്രോപ്പിന്റെ റേഷ്യോനെ നമ്മൾ എന്താണ് പറയുന്നത് താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ. അപ്പൊ നമുക്ക് ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. In steam turbine, energy conversion happens in fixed blades called nozzles and moving blades called rotor. Fixed blades നമ്മൾ nozzles എന്നും മൂവിംഗ് ബ്ലേഡ്സിനെ റോട്ടർ എന്ന് പറയും. സ്റ്റീം ടർബൈൻസിൽ എനർജി കൺവേർഷൻ നടക്കുന്നത് ഫിക്സഡ് ബ്ലേഡിലും മൂവിംഗ് ബ്ലേഡ്സിലും ആണ്. The characteristics of turbine is determined by the distribution of enthalpy drop between these blades. Enthalpy drop ഈ രണ്ട് ബ്ലേഡിന് ഇടയ്ക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് എന്നനുസരിച്ചാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഓഫ് എ സ്റ്റീം ടർബൈൻ is the measure of how much energy conversion happens in the rotor versus stator. Okay, റോട്ടറിലും സ്റ്റേറ്ററിലും എത്രത്തോളം എനർജി കൺവേർഷൻ നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു മെഷർ ആണ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ. ഓൾസോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെദർ ദ ടർബൈൻ ഈസ് ഇമ്പൾസീവ് ഓർ റിയാക്റ്റീവ് ടൈപ്പ്. ഡിഗ്രി ഓഫ് റിയാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ഇമ്പൾസീവ് ആണോ അല്ല റിയാക്റ്റീവ് ആണോ എന്നുള്ളതെല്ലാം നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. R is equal to 0 ആണെങ്കിൽ അത് പ്യുവർലി ഇമ്പൾസ് ടർബൈൻ ആണ്. R is equal to 0.5 ആണെങ്കിൽ പാർസൺസ് ടർബൈൻ ആണ്. R is equal to 1 ആണെങ്കിൽ പ്യുവർ റിയാക്ഷൻ ടർബൈൻ ആണ്. ഓൾ ഡ്രോപ്പ് ഇൻ മൂവിംഗ് ബ്ലേഡ് 0.5 ആണെങ്കിൽ ഈക്വൽ ഡ്രോപ്പ് ഇൻ ഫിക്സഡ് ആൻഡ് മൂവിംഗ് ബ്ലേഡ്. 0 ആണെങ്കിൽ ഓൾ ഡ്രോപ്പ് ഇൻ ദി ഫിക്സഡ് ബ്ലേഡ്. ഓക്കെ, ഇനി നമുക്ക് ഡിഗ്രി ഓഫ് റിയാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. R is equal to enthalpy drop in moving blade divided by total enthalpy drop in the stage. Stage efficiency eta is the ratio of actual work to isentropic work. Actual workum isentropic workum തമ്മിലുള്ള റേഷ്യോ ആണ് സ്റ്റേജ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത് ടർബൈൻ കോമ്പൗണ്ടിങ് റേഷ്യോ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് റെഫേഴ്സ് ടു ഹൗ മച്ച് പ്രഷർ ഓർ വെലോസിറ്റി ഡ്രോപ്സ് are divided across multiple stages and not within a single stage. അതായത് മൾട്ടിപ്പിൾ സ്റ്റേജില് പ്രഷർ അല്ലെങ്കിൽ വെലോസിറ്റി ഡ്രോപ്സ് എത്ര കണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് ടർബൈൻ കോമ്പൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സ്റ്റേജിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ല കോമ്പൗണ്ടിങ് റേഷ്യോ. ഇനി വർക്ക് ഡൺ ബൈ ദ ബ്ലേഡ് പെർ കിലോഗ്രാം ഓഫ് സ്റ്റീം ഇസ് ദ ആക്ച്വൽ എനർജി ഔട്ട്പുട്ട് ഫ്രം ദ ടർബൈൻ. തന്നിട്ടുള്ള ഓപ്ഷൻസിനെല്ലാം നമ്മൾ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്തു എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്?
Steam turbine ratio of enthalpy drop in the moving blade to sum of enthalpy drop in the moving and fixed blade is called degree of reaction. Option D is the correct answer. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആൾറെഡി ഡിഫൈൻ ചെയ്തു. അതുകൊണ്ട് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റും മറ്റുള്ള ഓപ്ഷൻസും തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു കണക്ഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a regenerative feed heating cycle, the greatest economy is affected by. അതായത് റീജനറേറ്റീവ് ഫീഡ് ഹീറ്റിംഗ് സ്റ്റീം ടർബൈന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. റീജനറേറ്റീവ് ഫീഡ് ഹീറ്റിംഗ് സൈക്കിളിൽ the greatest economy is affected by option A, when steam is extracted only from the last stage. Option B, when steam is extracted only from the first stage. Option C, when steam is extracted from several places in different stages of steam turbine. And option D, when steam is extracted from only one suitable point of steam turbine. Regenerative feed heating cycle എന്താണ് എന്നുള്ള ആദ്യം അറിയണം. എന്നാലും നമുക്ക് ഈ ഓപ്ഷൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. In a regenerative feed heating cycle, steam is extracted from the turbine to heat the feed water. ബോയിലറിലേക്കുള്ള ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യാനായിട്ട് ടർബൈനിൽ എന്ത് ചെയ്യുന്നു? സ്റ്റീം എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നു. This increases the efficiency by reducing heat required in the boiler. ബോയിലറിലേക്ക് കൊടുക്കുന്ന നമ്മുടെ ഹീറ്റ് ഇൻപുട്ട് അത് കാരണം തന്നെ നമുക്ക് കുറവ് മതി. കാരണം ഫീഡ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബോയിലർ എത്തുന്നതിന് മുന്നേ ഫീഡ് വാട്ടർ ഹീറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബോയിലറിലേക്കുള്ള ഹീറ്റ് ഇൻപുട്ട് നമുക്ക് കുറവ് മതി. Greater efficiency is achieved when feed water heating is done gradually and optimally. ഗ്രാജുവൽ ആയിട്ടും ഒപ്റ്റിമൽ ആയിട്ടും ഫീഡ് വാട്ടറിന് ഹീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അത് എഫിഷ്യൻസിയിൽ റിഫ്ലക്ട് ആവുള്ളൂ. മാക്സിമം എഫിഷ്യൻസി ഈസ് അച്ചീവ്ഡ് വിത്ത് മൾട്ടിപ്പിൾ എക്സ്ട്രാക്ഷൻസ് അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ്. ഡിഫറെന്റ് ടർബൈൻ സ്റ്റേജസിൽ മൾട്ടിപ്പിൾ എക്സ്ട്രാക്ഷൻസ് നടത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മാക്സിമം എഫിഷ്യൻസി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ചോദ്യം ഇതാണ്, പിന്നെ റീജനറേറ്റീവ് ഫീഡ് ഹീറ്റിംഗ് സൈക്കിൾ ഗ്രേറ്റസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം എഫിഷ്യൻസി ആണ് അതിന്റെ വേറൊരു മീനിങ്. വെൻ സ്റ്റീം ഈസ് എക്സ്ട്രാക്ടഡ് ഫ്രം സെവറൽ പ്ലേസസ് ഇൻ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് സ്റ്റീം ടർബൈൻ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കിംഗ് ടെൻഡൻസി ഇൻ CI engine increases with increasing temperature of inlet air. To avoid knocking SI engine, combustion chamber must have large bore. Detonation in SI engine occurs due to pre-ignition of change before spark is struck. Advancing spark timing in spark ignition engines leads to reduced knocking tendency. നോക്കാം. Knocking എന്ന് പറയുന്നത് എന്താണ്? Knocking is an abnormal combustion phenomena in engines where part of the fuel air mixture burns suddenly and uncontrollably, producing pressure waves and a metallic knocking sound. Okay, അതായത് ഒരു അബ്നോർമൽ കമ്പഷൻ ഫിനോമിന, എഞ്ചിനിലുള്ള ഒരു അബ്നോർമൽ കമ്പഷൻ ഫിനോമിന ആണ്. അതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ഓഫ് ദ ഫ്യൂൽ എയർ മിക്സ്ചർ ബേൺസ് suddenly and uncontrollably, producing pressure waves and a metallic knocking sound. Knocking in engines depends on fuel ignition characteristics, temperature, pressure and combustion timing, and SI and CI engines behave differently. Knocking രണ്ടിലും ഉണ്ട് എന്നുണ്ടെങ്കിലും സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനും അതായത് പെട്രോൾ എഞ്ചിനും കംപ്രഷൻ ഇഗ്നിഷൻ അതായത് ഡീസൽ എഞ്ചിനും രണ്ട് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. രണ്ടിലുമുള്ള ഡിറ്റോണേഷൻ അല്ലെങ്കിൽ നോക്കിംഗ് എന്ന് പറയുന്നത് സെയിം അല്ല. In SI engine or petrol engine, flame should spread smoothly, but the remaining unburned mixture or the end gas may auto-ignite suddenly and this increases the detonation. പെട്രോൾ എഞ്ചിനിലെ അല്ലെങ്കിൽ SI എഞ്ചിനിലെ സ്പാർക്ക് ഇനീഷ്യേറ്റ് ചെയ്ത ശേഷം ഫ്ലെയിം എന്താണ് ഈവൺ ആയിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് സ്പ്രെഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അൺബേൺഡ് ആയിട്ടുള്ള മിക്സ്ചർ പെട്ടെന്ന് തന്നെ കട്ടിപ്പിടിക്കുന്ന ഒരു കണ്ടീഷനാണ് ഏത് പെട്രോൾ എഞ്ചിനിൽ ഉണ്ടാവുന്ന നോക്ക് അല്ലെങ്കിൽ ഡിറ്റോണേഷൻ. അതേസമയം ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ CI എഞ്ചിനിൽ ഫ്യൂൽ ഈസ് ഇൻജക്റ്റഡ് ഇൻ ടു ഹോട്ട് കംപ്രസ്ഡ് എയർ. ഫ്യൂൽ ഇൻജക്ടറിൽ ഫ്യൂൽ ഇൻജക്ട് ചെയ്യുന്നു. If ignition delay is long, fuel accumulates and sudden combustion of this accumulated
ഫ്യൂവൽ കോസസ് ഡീസൽ ലോങ്. അതായത് ഇഗ്നീഷൻ കൂടുതൽ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻജക്ടഡ് ഫ്യൂവൽ എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് അത് പെട്ടെന്ന് തന്നെ റാപ്പിഡ് ആയിട്ട് കത്തിപ്പിടിക്കുന്ന ഒരു കണ്ടീഷനാണ് ഒരു നോക്കിംഗിൽ വന്ന് അവസാനിക്കുന്നത് ഏത് CI എഞ്ചിനിൽ. സോ ഇൻ SI engine, auto ignition of N gas after spark causes detonation, whereas in CI engine, sudden combustion of the accumulated fuel after the long ignition delay causes the knock. രണ്ടിലും ഡിറ്റോണേഷൻ നോക്കിംഗ് സംഭവിക്കുന്നുണ്ടെങ്കിലും രണ്ടും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. അതാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത്. അപ്പൊ ഓപ്ഷൻ 1 പറഞ്ഞിട്ടുള്ളത് നോക്കിംഗ് ഇൻ CI engine increases with increasing air inlet temperature എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹയർ ഇൻലെറ്റ് ടെമ്പറേച്ചർ റെഡ്യൂസസ് ഇഗ്നിഷൻ ഡിലേ ലീഡിംഗ് ടു സ്മൂത്തർ കമ്പഷൻ ആൻഡ് ലെസ് നോക്കിംഗ്. സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. നോക്കിംഗ് കൂടും, ഇൻലെറ്റ് എയറിന്റെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നോക്കിംഗ് കൂടും CI എഞ്ചിനിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻലെറ്റ് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇഗ്നിഷൻ ഡിലേ കുറയുകയാണ് ചെയ്യുന്നത്. ഇഗ്നിഷൻ ഡിലേ കുറഞ്ഞാൽ തന്നെ CI എഞ്ചിനിൽ ഡിറ്റോണേഷൻ ടെൻഡൻസി കുറയും. അതുകൊണ്ട് തന്നെ ഡിറ്റോണേഷൻ ടെൻഡൻസി കൂടുകയല്ല, കുറയുകയാണ് ചെയ്യുന്നത്. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ടു അവോയ്ഡ് നോക്ക് ഇൻ SI എഞ്ചിൻ കമ്പഷൻ ചേംബർ മസ്റ്റ് ഹാവ് ലാർജർ ബോർ. ലാർജർ ബോർ ഇൻക്രീസസ് ഫ്ലെയിം ട്രാവൽ ഡിസ്റ്റൻസ് വിച്ച് റിസൾട്ട്സ് ഇൻ മോർ എൻഡ് ഗ്യാസ് ഹയർ നോക്കിംഗ് ടെൻഡൻസി. അപ്പൊ നോക്കിംഗ് ഇവിടെ എന്താണ്? ടു അവോയ്ഡ് നോക്കിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വളരെ വലിയ ബോറുള്ള സിലിണ്ട്രിക്കൽ ബോറുള്ള ഒരു കമ്പഷൻ ചേംബർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നോക്കിംഗ് അവോയ്ഡ് ചെയ്യാം SI എഞ്ചിനിലാണ് പറഞ്ഞിട്ടുള്ളത്. ബോറിന്റെ ഡയമീറ്റർ കൂടുന്നതനുസരിച്ച് ഫ്ലെയിം ട്രാവൽ ഡിസ്റ്റൻസ് കൂടുന്നു. ഫ്ലെയിം ട്രാവൽ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് റിസൾട്ടിംഗ് ഇൻ മോർ എൻഡ് ഗ്യാസ് വിച്ച് വിൽ ബി റിസൾട്ടിംഗ് ഇൻ ഹയർ നോക്കിംഗ് ടെൻഡൻസി. അഗൈൻ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഓപ്ഷൻ 3 പറയുന്നത് ഡിറ്റോണേഷൻ ഇൻ SI എഞ്ചിൻ ഒക്കേഴ്സ് ഡ്യൂ ടു പ്രീ ഇഗ്നിഷൻ ബിഫോർ സ്പാർക്ക്. ശ്രദ്ധിക്കുക, പ്രീ ഇഗ്നിഷനും ഓട്ടോ ഇഗ്നിഷനും രണ്ടാണ്. ഡിറ്റോണേഷൻ ഒക്കേഴ്സ് ആഫ്റ്റർ സ്പാർക്ക് ഡ്യൂ ടു ഓട്ടോ ഇഗ്നിഷൻ ഓഫ് എൻ ഗ്യാസ് and not pre-ignition. ഓക്കെ, കൺഫ്യൂഷൻ വരരുത്. പ്രീ ഇഗ്നിഷൻ വേറെ, ഓട്ടോ ഇഗ്നിഷൻ വേറെയാണ്. അതുകൊണ്ട് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ 4 എന്താണ്? അഡ്വാൻസിങ് സ്പാർക്ക് ടൈമിംഗ് ഇൻ SI എഞ്ചിൻ റെഡ്യൂസസ് നോക്കിംഗ്. അഡ്വാൻസിങ് സ്പാർക്ക് ഇൻക്രീസസ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എൻഡ് ഗ്യാസ് വിച്ച് ഇൻക്രീസസ് നോക്കിംഗ്. ഓക്കെ, അപ്പൊ നോക്കിംഗ് കൂടുകയാണ് ചെയ്യുന്നത്, സ്പാർക്ക് ടൈമിംഗ് അഡ്വാൻസ് ചെയ്യുന്നതുകൊണ്ട്, അല്ല റെഡ്യൂസ് ചെയ്യല്ല. സോ again the given statement is incorrect. അപ്പൊ തന്നിട്ടുള്ളതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ 1, 2, 3, 4 എല്ലാം എന്താണ്? റോങ് ആണ്. സോ ഓപ്ഷൻ D is the correct answer. All are wrong. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ കാർനോട്ട് റെഫ്രിജറേറ്റർ ഹാവിംഗ് ദ കപ്പാസിറ്റി ഓഫ് 15 tons. The higher temperature of the refrigerant in the system is 27 degrees Celsius and the lower temperature is minus 23 degrees Celsius. What is the work input value in megajoule per hour? കാർനോട്ട് റെഫ്രിജറേറ്ററിനെ കുറിച്ചുള്ള ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്, നോക്കാം. For a Carnot refrigerator, COP is equal to TL divided by TH minus TL. TL എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ ആണ്, TH എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദ ഹൈ ടെമ്പറേച്ചർ ബോഡി, അതായത് ലോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ. COP of refrigerator is equal to QL by W. അല്ലെ, COP എന്ന് പറഞ്ഞാൽ എന്താ? ഡിസൈഡ് എഫക്ട് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട്. ഇവിടെ QL എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് ഓഫ് ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ലോ ടെമ്പറേച്ചർ ബോഡി ബൈ W. അപ്പൊ അവിടെ നമുക്ക് W എന്ത് കിട്ടും? W is equal to QL divided by COP. തന്നിട്ടുള്ളത് 15 ton ഓഫ് റെഫ്രിജറേഷൻ ആണ് കപ്പാസിറ്റി തന്നിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 1 ton ഓഫ് റെഫ്രിജറേഷൻ ഓർ TR is equal to 210 kilojoule per minute. സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, കാണാതെ പഠിക്കുക. ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് 210 കിലോജൂൾ പെർ മിനിറ്റ് ആണ്, അല്ലെങ്കിൽ 12,600 കിലോജൂൾ പെർ അവർ ആണ്. യൂണിറ്റുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ QL എന്ന് പറയുന്നത് 15 ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുമ്പോൾ 15 into 12,600 ദാറ്റ് ഈസ് 18 lakhs 1,89,000 കിലോജൂൾ പെർ അവർ എന്ന് കിട്ടും QL. TH 27 plus 273, TL എന്ന് പറയുന്നത് -23 plus 273. തന്നിട്ടുള്ള ടെമ്പറേച്ചേഴ്സിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റി, എന്നിട്ട് COPയുടെ എക്സ്പ്രഷനിലേക്ക് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 37.8 മെഗാജൂൾ പെർ അവർ ആണ് ആൻസർ കിട്ടുന്നത്. ചോദ്യം മെഗാജൂളിൽ കണ്ടുപിടിക്കാനാണ്. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. തന്നിട്ടുള്ളതിൽ 36, 42, 30, 24 ഉള്ളൂ.
നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ 37.8 ആണ്. അതിനടുത്ത് വരുന്ന ഒരു ആൻസർ 36 ആണെങ്കിലും എക്സാക്ട്ലി 36 37 സെയിം അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് ആൻസർ ഇല്ല, ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ് ഡിലീറ്റഡ് ഫ്രം ദി ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷെ ജസ്റ്റ് അറിയാൻ വേണ്ടി ഞാനത് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് തന്നിട്ടുള്ള ആൻസർ അവൈലബിൾ അല്ല. ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ഹാസ് നോ ഓപ്ഷൻസ് വിത്ത് കറക്റ്റ് ആൻസർ. അറിഞ്ഞിരിക്കുക, പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുക. വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെൽമോൾട്സ് ഫ്രീ എനർജി എഫ് റിലേഷൻ ഈസ്. ഹെൽമോൾട്സ് ഫ്രീ എനർജി റിലേഷൻ ഏതാണ്? താഴെ തന്നിട്ടുള്ളതിലാണ് ചോദ്യം. The Helmholtz free energy F represents the useful work obtainable from a system at a constant temperature and volume. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും വോളിയത്തിലും ഒരു സിസ്റ്റത്തിൽ നിന്ന് കിട്ടാവുന്ന യൂസ്ഫുൾ വർക്കിനെയാണ് ഹെൽമോൾട്സ് ഫ്രീ എനർജി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. F is equal to U minus Ts with usual notations. U is the internal energy. നമുക്കറിയാം തെർമോഡൈനാമിക്സിൽ, ഇത് തെർമോഡൈനാമിക്സ് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗിബ്സ് ഫ്രീ എനർജി, ഗിബ്സ് ഹെൽമോൾട്സ് ഫംഗ്ഷൻ, അങ്ങനെയുള്ള ആ ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ഈ ചോദ്യം വന്നിട്ടുള്ളത്. T is the absolute temperature, S is the entropy. So F is equal to U minus Ts ആണ് ഹെൽമോൾട്സ് ഫ്രീ എനർജി. Ts represents energy unavailable for work and U minus T gives available. Okay, Ts എന്ന് പറയുന്നത് അൺഅവൈലബിൾ ആണ്, F എന്ന് പറയുന്നത് U minus Ts അല്ലെങ്കിൽ F എന്ന് പറയുന്നത് അവൈലബിൾ എനർജി അല്ലെങ്കിൽ യൂസ്ഫുൾ എനർജി ആണ്. അപ്പൊ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ബി F is equal to U minus T is the correct answer for Helmholtz free energy relation. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in a hydrodynamic boundary layer the energy, momentum and displacement thicknesses are observed to be 1/18, 1/15 and 1/3 respectively. The shape factor value will be. വീണ്ടും ബൗണ്ടറി ലെയറിനെ കുറിച്ചുള്ള ചോദ്യമാണ്. എനർജി തിക്നെസ്, മൊമെന്റം തിക്നെസ്, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസിന്റെ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷേപ്പ് ഫാക്ടർ എന്താണ്? ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണിത്, നോക്കാം. In a boundary layer theory, the shape factor H indicates the velocity profile shape and is defined as H is equal to delta star divided by theta, where delta is the displacement thickness and theta is the momentum thickness. അതായത് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറി ലെയറിന്റെ തിക്നെസ്സസ് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ഷേപ്പ് ഫാക്ടറിന്റെ ഡെഫിനേഷൻ വരുന്നത് H is equal to delta star divided by theta. അപ്പോ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് എനർജി തിക്നെസ് ഈസ് ഈക്വൽ ടു 1/18, മൊമെന്റം തിക്നെസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/15, ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഡെൽറ്റ സ്റ്റാർ ഈസ് ഈക്വൽ ടു 1/3. ഇത് മൂന്നെണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം ദ ഷേപ്പ് ഫാക്ടർ വാല്യൂ വിൽ ബി. ഷേപ്പ് ഫാക്ടർ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ സ്റ്റാർ ഡിവൈഡഡ് ബൈ തീറ്റ. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ H ഈസ് ഈക്വൽ ടു 1/3 ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഡെൽറ്റ സ്റ്റാർ ഡിവൈഡഡ് ബൈ 1/15 മൊമെന്റം തിക്നെസ് തീറ്റ. റേഷ്യോ എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് H ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. So in a hydrodynamic boundary layer, the energy, momentum and displacement thickness are given. The shape factor will be 5. Option C is the correct answer. അപ്പൊ ഇത്രയും നേരം നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തെർമോഡൈനാമിക്സ്, റെഫ്രിജറേഷൻ, ഫ്ലൂയിഡ് മെക്കാനിക്സ്, സ്റ്റീം ടർബൈൻ, കംപ്രസിബിൾ ഫ്ലോ, ഹൈഡ്രോളിക് മെഷീൻസ് എന്നീ ചാപ്റ്റേഴ്സിൽ ഈ ടോപ്പിക്കുകളിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിന്റെ തിയറി ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോ ഇതിന്റെ തിയറി എല്ലാം നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ കമ്പാരിറ്റീവ്ലി മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട് ആണ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. പലതിലും ഫോർമുലയൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫോർമുല ആണെങ്കിലും ശരി, പ്രോബ്ലം ന്യൂമറിക്കൽ എക്സാമ്പിൾസ് ആണെങ്കിലും ശരി, അതിന്റെ കോൺസെപ്റ്റ് ആണെങ്കിലും നമ്മൾ വളരെ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, സോ താങ്ക് യു.